ഹലോ മെസോണിയൻസ്, ദിസ് ഇസ് മീ ജെ പി. ഇന്ന് ജെ പി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കിഡിലം PYQ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടി വരുന്ന ചില ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ജെ പിയും ടീം മെസോണും നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് അവതരിക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് രീതിയിൽ എങ്ങനെ ഈ ചാപ്റ്റർ അപ്രോച്ച് ചെയ്യണം, ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടന്നു ചെല്ലാം. റെഡി? എന്റെ കൂടെ ഉണ്ടാവില്ല മക്കള്? അങ്ങനെയാണെങ്കിൽ വന്നേ മക്കള്, നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം മക്കളെ. ലോസ് ഓഫ് മോഷൻ ഉണ്ടോ? ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഫിസിക്സിലെ ചാപ്റ്ററുകളിൽ ഒന്നാണ്. മോഷൻ എന്ന് പറയുന്ന മോഷനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മോഷനെ സ്ട്രെയിറ്റ് ലൈനും ചെയ്തു, മോഷനെ പ്ലെയിനും ചെയ്തു. അതിന്റെ കൂട്ടത്തിലേക്ക് വരുന്ന മൂന്നാമത്തെ ചാപ്റ്ററുകളിൽ ഒന്നാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനെ നമുക്ക് രണ്ട് ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ചുമ്മാ നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. വേറെ ഒന്നുമില്ല, നമ്മൾ പഠിക്കണ്ടേ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കണ്ടേ, സ്മാർട്ട് ആയിട്ട് പഠിക്കണ്ടേ, ഹാർഡ് വർക്ക് അല്ല കേട്ടോ, സ്മാർട്ട് വർക്ക് മതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിൽ ഫസ്റ്റ് ഏരിയ എത്രയേ ഉള്ളൂ മക്കളെ? ന്യൂട്ടന്റെ ലോസ്. മക്കള് ഓൾറെഡി അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ, ന്യൂട്ടന്റെ ലോസ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഫ്രിക്ഷനും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ. ഓക്കെ ആണോ? യെസ്. ഈ ചാപ്റ്ററിന് മക്കൾ എക്സ്പെക്ട് ചെയ്യേണ്ട മാർക്ക് 6 to 7 ആണ്. 2020 മുതൽ ഒരു പാറ്റേൺ പ്രകാരം നമ്മൾ ഇംപ്രൂവ്മെന്റ് ആയാലും ആനുവൽ എക്സാം ആയാലും മോഡൽ എക്സാംസ് ഒക്കെ ആണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ലോസ് ഓഫ് മോഷൻ ചോദിച്ചിട്ടുള്ളത് ഓൾമോസ്റ്റ് 7 മാർക്സിനൊക്കെയാണ് കേട്ടോ. അപ്പൊ 6 to 7 മാർക്സ് ആണ് മക്കൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതിലെ 2 to 3 മാർക്സ് നമ്മുടെ ഫസ്റ്റ് ഏരിയന്നും 4 മാർക്സ് നമ്മുടെ സെക്കൻഡ് ഏരിയന്നുമാണ്. അങ്ങനെയാണ് സാധാരണ ഒരു പാറ്റേൺ ഉണ്ടാവാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഏരിയയിൽ മക്കൾ ഈ 2 മാർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ 3 മാർക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നമുക്ക് നോക്കാലോ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകണം കേട്ടോ. നമ്മൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. പല എക്സാമുകളിലും ഈ ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം, ഒരു കൺഫ്യൂഷനും വേണ്ട, സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. ഫസ്റ്റ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഒരു ഐഡിയ ആണ് മക്കളെ ഇനേഷ്യ. ഓക്കെ, ക്ലിയർ ആണോ? ഇനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ലോ ആയിട്ട് റിലേറ്റഡ് ആണ്. അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. സെക്കൻഡ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഒരു കോൺസെപ്റ്റ് ആണോ മൂവ്മെന്റ്. ഓക്കെ, അടിപൊളി കോൺസെപ്റ്റ് ആണ് ഫിസിക്സ്. അത് സെക്കൻഡ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്, നമുക്കത് പഠിക്കാം. തേർഡ് ലോ കുറച്ച് എക്സാമ്പിൾസ് മക്കൾ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലിയർ? ഇനി ഇതിന്റെ കൂടെ വരുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്. ഒന്ന് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൂവ്മെന്റ്. ഞാൻ അത് ഷോർട്ട് ആക്കി LCM എന്ന് എഴുതി വെക്കുന്നു കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൂവ്മെന്റ്. അതിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണല്ലോ ഇമ്പൾസ്. ഇമ്പൾസിനെയും മൂവ്മെന്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇമ്പൾസ് മൂവ്മെന്റ് പ്രിൻസിപ്പിൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഐഡിയൽ പഠിച്ചുകൊണ്ട് പോകാം. ഇനി ഇതിന്റെ സെക്കൻഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സെക്കൻഡ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗ്ലാമർ ഐറ്റംസ് ഉണ്ട്, കുറച്ച് VIP ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്രിക്ഷൻ ഉണ്ട്, നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കാനുണ്ട്, അതിന്റെ ലോസ് ഓഫ് ഫ്രിക്ഷൻസ് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ വരുന്ന ഒന്നാണോ സർക്കുലർ മോഷൻ. CM എഴുതി വെച്ചു കേട്ടോ. സർക്കുലർ മോഷൻ. സർക്കുലർ മോഷനിൽ ബാങ്കിങ് ഓഫ് റോഡ് ഉണ്ട്. ബാങ്കിങ് ഓഫ് റോഡ് കേട്ടിട്ടുണ്ടാവും മക്കൾ. വേറെ ഒന്നുമില്ല, നമുക്ക് സ്ഥിരം ഫീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഒക്കെ അറിയാവുന്നതാണ്. അതിന്റെ ഡെറിവേഷൻ വരും, ന്യൂമറിക്കൽ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് സർക്കുലർ മോഷൻ ഏരിയയിൽ വരും. ക്ലിയർ ആണോ? ഈ ഒരു ഏരിയയിൽ നിന്ന് മക്കളെ എക്സ്പെക്ട് ചെയ്യേണ്ട മാർക്ക് 4 മാർക്സ് ആണ്. ഒരു കൺഫ്യൂഷനും വേണ്ട. സെക്കൻഡ് ഏരിയയിൽ നിന്ന് നമുക്ക് പിടിക്കേണ്ട 4 മാർക്കാണ്. ഡെഫിനറ്റ്ലി നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങോട്ട് 4 മാർക്ക് വെച്ച് തരും. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും മക്കളെ? ഈ 4 മാർക്ക് ചോദിക്കും. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നു ചെന്നാലോ? റെഡി ആണോ മക്കള്? എന്റെ കൂടെ ഉണ്ടാവില്ലേ? 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ 15 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല നമ്മൾ ആൻസർ പറയുന്നുണ്ടാവുക. ഓരോ ക്വസ്റ്റ്യന്റെയും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൻസർ കിട്ടിയ ഒരു ഫീല് മക്കൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലേക്ക് ചെല്ലാം. റെഡി? ഓക്കെ, അങ്ങനെയാണോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നു ചെല്ലാം അല്ലെ? മക്കള് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് വായിക്കാം കേട്ടോ. എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിംഗ് ബസ് ഫോൾസ് ഫോർവേഡ്. വേറെ ഒന്നുമില്ല, ഒരു കുഞ്ഞ് കോൺസെപ്റ്റ്, ഒരു കുഞ്ഞ് ഐഡിയ ആണ് പറയുന്നത്. നമ്മളൊക്കെ സാധാരണയായിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വരുന്ന സമയത്തൊക്കെ, നിങ്ങളുടെ ബസ്സിൽ കയറി വരുന്ന സമയത്ത് വീടിന്റെ അടുത്ത് സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവാത്ത സ്ഥലമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടക്ടറൊക്കെ സോപ്പിട്ടിട്ട് നിങ്ങൾ പറയും ഒന്ന് സ്റ്റോപ്പ് ആക്കി തരണം എന്ന് പറയും. പുള്ളി പറയും ഇല്ല, സ്റ്റോപ്പ് ആക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്, സ്ലോ ആക്കി തന്നാൽ മതി, ഞാൻ ഇറങ്ങിക്കോളാന്ന് പറയും അല്ലെ. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, സ്ലോ ആക്കി തരും. മക്കള് ചാടി ഇറങ്ങും, ഒരു കൺഫ്യൂഷൻ ഇല്ല, മക്കള് ചാടി ഇറങ്ങും. ചാടി ഇറങ്ങി കഴിഞ്ഞാൽ മക്കള് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാറ്? ബസ്സിന്റെ കൂടെ കുറച്ച് ദൂരം ഓടത്തിലിടാം, തീർച്ചയായിട്ടും ഓടും അല്ലെ. അല്ലാതെ ഇറങ്ങിയ സമയത്തിന് അവിടെ പോയിട്ട് നിൽക്കല്ലോ ചെയ്യാറ്, തീർച്ചയായിട്ടും അല്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം നമുക്കറിയാലോ, നേരെ മുഖം അടിച്ച് വീഴും അല്ലെ, മുൻപിലേക്ക് നമ്മൾ വീണു പോകും അല്ലെ. ആ ഒരു കേസാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. എ മാൻ ജമ്പിങ് ഔട്ട് ഓഫ് എ സ്ലോ മൂവിംഗ് ബസ് ഫോൾസ് ഫോർവേഡ്. നമുക്കറിയാം, ഇറങ്ങി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ എന്ത് സംഭവിക്കും? പുള്ളിക്കാരൻ മുന്നോട്ട് വീഴും. ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കടാ? മുന്നിലേക്ക് മുഖം അടിച്ചു വീഴും. അതിനൊരു കൺഫ്യൂഷനും ഇല്ല. എന്താണ് അതിന്റെ റീസൺ? ദിസ് ഇസ് ഡ്യൂ ടു. അതിന്റെ റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് അതിന്റെ റീസൺ? അതിന് മുൻപായിട്ട് ഇനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മക്കൾക്ക് അറിയോ? തീർച്ചയായിട്ടും അറിയാലോ. എന്തായിരുന്നു ഇനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്? ഏത് സ്റ്റേറ്റിലാണോ ഒരു ബോഡി ഉള്ളത് ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതിനല്ലേ നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഇനേഷ്യ നമ്മൾ പറഞ്ഞിരുന്നു. ഇനേഷ്യ ഓഫ് റെസ്റ്റും പറഞ്ഞിരുന്നു, ഇനേഷ്യ ഓഫ് മോഷനും പറഞ്ഞിരുന്നു. അതിലൊരു ഇനേഷ്യയാണ് ഇതിന് കാരണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വ്യക്തി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡോറിന് മുകളിൽ ഇങ്ങനെ നിൽക്കുക. സ്ലോ ആണ് ബസ്, സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബസ്. ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എവിടെ നിൽക്കുന്നുണ്ട്? ഡോറിന് മുകളിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ വ്യക്തിയുടെ ഹോൾ ബോഡി എന്തിലാണ്? മോഷൻ തന്നെയാണ്. ഇനി ചാടി ഇറങ്ങി എന്ന് വിചാരിച്ചു മക്കള്, സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബസ്സിൽ നിന്ന് ആ വ്യക്തി എന്ത് ചെയ്തു മക്കളെ? ചാടി റോഡിലേക്ക് ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാം? പുള്ളിയുടെ ലോവർ ബോഡി എന്തിലേക്ക് വന്നു? റെസ്റ്റിലേക്ക് വന്നു. പുള്ളി നീങ്ങുന്നില്ല, ജസ്റ്റ് ഇറങ്ങിയിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ലോവർ ബോഡി എന്തിലേക്ക് വന്നു? റെസ്റ്റിലേക്ക് വന്നു. പക്ഷെ അപ്പർ ബോഡി അപ്പോഴും എന്തിനാ മക്കളെ ട്രൈ ചെയ്യുന്നേ? മോഷനിലേക്ക് വരാനല്ലേ. എന്താ സംഭവിക്കാം? ലോവർ ബോഡി റെസ്റ്റിലാണ്, ബട്ട് അപ്പർ ബോഡി എന്തിലേക്ക് വന്നു? മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാം? പുള്ളിക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും, മുൻപിലേക്ക് വിടാനുള്ള ടെൻഡൻസി ഉണ്ടായി അല്ലെ. ആ കാരണം കൊണ്ടാണ് പുള്ളിക്ക് ഇവിടെ എന്ത് സംഭവിച്ചത്? ഫോൾസ് ഫോർവേഡ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ വന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന ഇനേഷ്യ ഏത് ടൈപ്പ് ഇനേഷ്യ ആയിരിക്കും മക്കളെ? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആയിരിക്കും, ഇനേഷ്യ ഓഫ് മോഷൻ ആയിരിക്കും? ഏത് അവസ്ഥയിലാണ് പുള്ളി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? മോഷനിലല്ലേ. അപ്പർ ബോഡി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഏത് അവസ്ഥയിലാ? മോഷനിലാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ആൻസർ എന്താണ് മക്കളെ വരിക? ഇനേഷ്യ ഓഫ് മോഷൻ വരും അല്ലെ. ഇതാണ് നമ്മളുടെ ആൻസർ വരിക കേട്ടോ. ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്തായിരുന്നു മക്കളെ? അപ്പം ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റിലുള്ള ഒരു ബോഡി മോഷനിലേക്ക് വരുന്ന സമയത്ത് റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് എക്സാമ്പിൾസ്, വേറെയും കുറച്ച് എക്സാമ്പിൾസും കൂടി ഉണ്ട്. എക്സാമ്പിൾ സ്ഥിരം ചോദിക്കാറുള്ള വേറെ രണ്ട് എക്സാമ്പിൾസ് കൂടി ഞാനൊന്ന് പറയണം. നമ്മളിപ്പം ഇനേഷ്യ ഓഫ് റെസ്റ്റ്, ഇപ്പം ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കയറിയിട്ട് അതിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലോകത്തായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ബസ് മുൻപിലേക്ക് എടുക്കുകയാണെങ്കിലോ നിങ്ങൾ പിറകിലേക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. കാരണം നിങ്ങളുടെ ഹോൾ ബോഡി എന്തിലായിരുന്നു? റെസ്റ്റിലായിരുന്നു. ആ ബസിന്റെ കൂടെ തന്നെ റെസ്റ്റിലായിരുന്നു. പെട്ടെന്ന് മുൻപിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ലോവർ ബോഡി മോഷനിലേക്ക് വന്നു. അപ്പോഴും അപ്പർ ബോഡി എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? റെസ്റ്റിലിരിക്കാൻ തന്നെ ശ്രമിക്കുന്നു. എന്താ സംഭവിക്കുക? നമ്മൾ പിറകിലേക്ക് വീഴാനുള്ള ടെൻഡൻസി കാണിക്കും. അതേപോലെ അതേ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കേസാണോ ഇനേഷ്യ ഓഫ് മോഷൻ? ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു കേസാണ്. ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സഡൻ ആയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം മക്കളെ? നിങ്ങൾ മുൻപിലേക്ക് വീഴാൻ ടെൻഡൻസി കാണിക്കും അല്ലെ. അതിനും റീസൺ ഇത് തന്നെയാണ്. ഇനേഷ്യ ഓഫ് മോഷൻ ആണ് അതിന്റെ റീസൺ കേട്ടോ. മക്കളൊന്ന് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിക്കാറുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് കേട്ടോ അത്. ഇനേഷ്യ ഓഫ് റെസ്റ്റും ഇനേഷ്യ ഓഫ് മോഷനും നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് എക്സാമ്പിൾസും കൂടി പറഞ്ഞു. ക്ലിയർ? നെക്സ്റ്റ് വൺ, വിച്ച് ന്യൂട്ടൺസ് ലോ ഗിവ്സ് ദ എബോ കോൺസെപ്റ്റ്? സ്റ്റേറ്റ് ദ ലോ. നമുക്കറിയാം ഏത് ന്യൂട്ടൺ ലോ ആണ് മക്കളെ ഇനേഷ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്? ഫസ്റ്റ് ലോ ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. എവ്രി ബോഡി continues in its state of rest or a uniform motion until an external unbalanced force acts on. മക്കളെ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. സെക്കൻഡ് നമ്മൾ ന്യൂട്ടൺ ലോനും ഓർത്ത് വെക്കണം, തേർഡും ഓർത്ത് വെക്കണം കേട്ടോ. എക്സാമിന് ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു കേസ് പറഞ്ഞില്ലായിരുന്നു ഈ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ആ കേസിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ലോ പഠിക്കണം. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ കണ്ടത് കേട്ടോ.
അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബുക്ക് അറ്റ് എ റെസ്റ്റ് ഓൺ ദി ടേബിൾ? മക്കൾ ശ്രദ്ധിച്ചോ, എന്റെ കയ്യിൽ ഒരു ടേബിൾ ഉണ്ട്, കേട്ടോ. സെറ്റ്. എന്റെ കയ്യിൽ ഒരു ടേബിൾ, ആ ടേബിളിന്റെ മുകളിലായിട്ട് ഞാൻ ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ബുക്ക് റെസ്റ്റിലല്ലേ? ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. ബുക്ക് എന്തിലാണ് മക്കളെ? റെസ്റ്റിലാണ്. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണം? ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കണ്ടേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ ഈ ബോഡി റെസ്റ്റിലായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കൂടാ? 0 ആയിരിക്കും. ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡി എന്തിലും ഒന്നും മക്കളെ റെസ്റ്റിൽ വന്നു. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അങ്ങനെയാണോ? നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോയാലോ? സെറ്റ് അല്ലേ? നോക്കാം നമുക്ക് കേട്ടോ. ക്ലിയർ? സ്റ്റേറ്റ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് റൈറ്റ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. അല്ലെ? ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നുമില്ല, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്താണ് സെക്കൻഡ് ലോ? സെക്കൻഡ് ലോ ഇത്രയേ ഉള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. വേറെ ഒന്നുമില്ല, ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നമ്മൾ മൊമെന്റം എങ്ങനെയാണ് നമുക്ക് എഴുതിയിരുന്നത്? മൊമെന്റം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞു എനിക്ക്. മൊമെന്റം മാസ് ഇൻടു വെലോസിറ്റിയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത് അല്ലെ. അത് ഡിനോട്ട് ചെയ്ത് നമ്മൾ എങ്ങനെയാ ചെയ്യാറുള്ളത്? പി വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dp/dt ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും മക്കളെ? ഫോഴ്സ് ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറഞ്ഞിരിക്കുന്നത്. അതിൽ വേറെ ഒന്നും മക്കളെ എഴുതാൻ പോണ്ട. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? dp/dt is directly proportional to force. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരെ തിരിച്ചു എഴുതും ചെയ്യാം കേട്ടോ. F directly proportional to dp/dt. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണോ മക്കൾ? നോക്കിക്കേ, ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരാറുണ്ട്. k നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം dp/dt അല്ലെ. ഇവിടെ k ക്ക് 1 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ F is equal to നമുക്ക് എന്ത് എഴുതാം? dp/dt എന്ന് എഴുതാലോ. സെറ്റ് ആണല്ലോ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? പക്കല്ലേ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ വേറെ ഒന്നുമില്ല. ഇവിടെ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ dt വന്നുകൊണ്ടാണ് അല്ലെ. ചേഞ്ച് ഓഫ് മൊമെന്റ് അല്ലെ dp എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. അതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്. ഓക്കെ ആണ്? സെറ്റ് ആണ്? യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ സെറ്റ് ആയി പോട്ടോ. ആൻഡ് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു. ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ അടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ F is equal to ma എന്ന് പറയുന്ന റിലേഷൻ മക്കൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ കൊണ്ടുവരാം മക്കളെ. എനിക്കൊന്ന് പറഞ്ഞേ. F is equal to ma നമുക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? എളുപ്പമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിലൊരു അഡീഷണൽ പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ F is directly proportional to dp/dt ആണ് അല്ലെ. ഇതല്ല സാർ നേരത്തെ പറഞ്ഞേ ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. F is directly proportional to dp/dt ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ F is equal to dp/dt എന്ന് എഴുതി. അത് എങ്ങനെയാണെന്നുള്ളത് തൊട്ട് മുൻപ് ഞാൻ കാണിച്ചെന്നാണ് മക്കൾക്ക്. ഒരു കൺഫ്യൂഷൻ വേണ്ട. F is equal to dp/dt. ഇവിടെ മൊമെന്റം മക്കൾ നോക്കിക്കോ. ഇവിടെ മൊമെന്റം ഇതല്ലേ p. അങ്ങനെയാണെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം മക്കളെ. മൊമെന്റം p is equal to m into v അല്ലേ. സെറ്റ് ആണ്? ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ ക്ലിയർ ചെയ്ത് പോട്ടോ. F is equal to dp/dt ആണ്. അതിലെ p എന്ന് പറയുന്നത് മാസ് ഇൻടു വെലോസിറ്റി ആണ്. അങ്ങനെയാണ് മക്കൾ കൊടുക്കടാ. മക്കൾ കൊടുത്തേ. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ മക്കൾ കൊടുത്തേ. ഈ p ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? മാസ് ഇൻടു വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇവിടെ മക്കൾ നോക്കിയോടാ, മാസ് കോൺസ്റ്റന്റ് അല്ലേ. എടുത്ത് പുറത്തേക്ക് ഇട്ടവനെ. മാസ് കോൺസ്റ്റന്റ് ആണ്, അവൻ എടുത്ത് പുറത്തേക്ക് ഇട്ടു. m into dv/dt അല്ലേ വരിക. ഇവിടെ dv/dt ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ F is equal to നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും മക്കളെ? m into a എന്ന് കിട്ടിയില്ലേ? സെറ്റ് അല്ലേ മക്കൾക്ക്? യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലല്ലോ. അപ്പൊ ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്, വേറെ ഒന്നുമില്ല. അഡീഷണൽ പോയിന്റ് എന്നുള്ളതല്ല, നമ്മൾ വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ക്വസ്റ്റിലേക്ക് ഒന്നും കൂടി വരാം. സെക്കൻഡ് ലോ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലേക്ക് വേറെ ഒന്നും കൊടുക്കാൻ പോകണ്ട. റൈറ്റ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. നമ്മൾ ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ എഴുതി. അതിൽ നിന്ന് ma എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തെടുത്തു മക്കളെ? ഡിറൈവ് ചെയ്തെടുത്തു. റെഡി ആണോ മക്കൾക്ക്? അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാടാ. റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് കേട്ടോ. ഷോ ദാറ്റ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൂവ്മെന്റ്. മക്കൾക്ക് അറിയാം എന്താണ് ഇമ്പൾസ്, എന്താണ് മൂവ്മെന്റ്. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അല്ലെ.
നമുക്ക് എന്നാലും പറയാം ഇമ്പൾസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന ഒരു ലാർജ് ഫോഴ്സ്, ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. മൊമെന്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, മാസ് ഇൻടു വെലോസിറ്റി ആണ്. ചോദിച്ചിരിക്കുന്ന കാര്യത്രേ ഉള്ളൂ, ഷോ ദാറ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഇമ്പൾസിന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും മക്കളെ? നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവർ ചോദ്യം ഇട്ട ആൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇമ്പൾസ് മൊമെന്റും തമ്മിലുള്ള റിലേഷൻ അല്ലെ. അങ്ങനെ ഒരു റിലേഷൻ പറയണമെങ്കിൽ ഒരു ഇക്വേഷന്റെ രണ്ട് സൈഡിലും എനിക്ക് ഇമ്പൾസ് മൊമെന്റ് കൊണ്ടുവരണ്ടേ? അങ്ങനെയാണോ? നമ്മൾ നോക്കിക്കോ, നമ്മൾ ഇമ്പൾസ് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ? ഫോഴ്സ് ഇൻടു ഡി ടി അല്ലെ. സെറ്റ് ആണോ മക്കൾക്ക്? എഫ് ഇസ് ഈക്വൽ ടു ആസ് പെർ സെക്കൻഡ് ലോ അനുസരിച്ച് നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് അല്ലെ. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എഫ് ഇസ് ഈക്വൽ ടു, എനിക്കൊരു കാര്യം അറിയാം, നമ്മൾ അഡീഷണൽ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ റെഡിൽ അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത്, അപ്പൊ അടിപൊളിയാവും അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് നമുക്കറിയാം. എവിടുന്ന് നമുക്ക് അറിയുന്നേ? സെക്കൻഡ് ലോ പറഞ്ഞല്ലേ. അങ്ങനെയാണ് നമുക്ക് നോക്കാം. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ഇൻടു നമുക്ക് എന്ത് വരും മക്കളെ? ഡി ടി വരും. ഈ ഡി ടി ക്യാൻസൽ ആയി. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഡി പി എന്നല്ലേ പറയുന്നേ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഡി പി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷനിലുള്ള സെറ്റ് അല്ലേ? ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണോ, വേറെ ഒന്നുമില്ല. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് മക്കൾ നോക്കിയേ, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡി ടി ആണ് വരുന്നത് അല്ലെ. അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എഫ് എന്ന് പറയുന്നത് എന്താണ്? ആസ് പെർ സെക്കൻഡ് ലോ പ്രകാരം എഫ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി ആണ്. സോ ഡി ടിയും ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഡി പി എന്ന് വരും, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൂവ്മെന്റ് എന്ന് വരും. യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമ്മൾ സെക്കൻഡ് ലോന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഇക്വേഷൻ ക്ലിയർ ചെയ്ത് പോയിട്ടോ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്ത് പോയി. ക്ലിയർ ആണോ മക്കൾക്ക്? യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. യെസ്. ഇനി ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വേറൊരു മെത്തേഡും കൂടി ഇടാം. ഞാൻ വേറൊരു കാര്യം കൂടി മക്കൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി ഇത് മതി എങ്കിൽ നമുക്കൊരു കാര്യം കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. അഡീഷണൽ ഒരു കാര്യം കൂടി ഉണ്ട്. ജസ്റ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൂവ്മെന്റ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിലേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ? എഫ് ഇൻടു ഡി ടി ആണ്. ഫോഴ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാണോ? മാസ് ഇൻടു ആക്സിലറേഷൻ ഇൻടു ഡി ടി. ഇവിടെ ആക്സിലറേഷൻ എന്ത് കൊടുക്കാം മക്കളെ? ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഡി ടിയും ക്യാൻസൽ ആവും. നമുക്ക് ഇക്വേഷനിലേക്ക് എന്ത് വരും? എം ഇൻടു വി മൈനസ് എം ഇൻടു യു വരും. വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് എം പൊട്ടിച്ച് ഉള്ളിലേക്ക് ഇട്ടതാണ്. എം വി മൈനസ് എം യു. നമുക്കറിയാം മാസ് ഇൻടു വെലോസിറ്റി എന്താണ്? മൊമെന്റം ആണ്. അവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. സോ ഫൈനൽ മൊമെന്റം ആണ്. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ ഇനീഷ്യൽ മൊമെന്റം ആണ്. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്താണ്? ഒരു കൺഫ്യൂഷൻ ഇല്ല, നമുക്ക് പറഞ്ഞൂടെ എന്താണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. സ്റ്റേറ്റ് ദാറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? വേറെ ഒന്നുമില്ല, നമ്മൾ പല രീതിയിലും നമുക്ക് ലീനിയർ മൂവ്മെന്റ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് നമ്മൾ പറയാറുണ്ട്. അതിലൊരു മെത്തേഡാണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്നില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം റിമൈൻസ് എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് ആയിരിക്കും. യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. അതിന് മുൻപായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ബാക്കി ചെറിയൊരു കുഞ്ഞു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് സീറോ, the total momentum remains constant. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അതിലേക്കല്ലാതെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു വെക്കാം. മക്കൾ നോക്കിയോ, എന്റെ കയ്യിൽ രണ്ട് ബോൾസ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ബോൾ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ബോൾ ഉണ്ട്. ഈ ബോളിന്റെ മാസ് m1 ആണ്, ഈ ബോളിന്റെ മാസ് m2 ആണ്. രണ്ടും ഒരേ ലൈനിൽ ട്രാവൽ ചെയ്യുന്നു. u1 വെലോസിറ്റി, u2 വെലോസിറ്റി. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ u1 ഗ്രേറ്റർ ദാൻ u2 ആണ്. u1 ഗ്രേറ്റർ ദാൻ u2 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ബോൾസ് എന്ത് ചെയ്തു മക്കളെ? കൊളൈഡ് ചെയ്യും അല്ലെ. അതിന് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എ എന്ന് പറയുന്ന ഒരു ബോളും കൊളൈഡ് ചെയ്തു, ബി എന്ന് പറയുന്ന ഒരു ബോളും കൊളൈഡ് ചെയ്തു. അങ്ങനെയാണ് മക്കൾ നോക്കിയോ, ആഫ്റ്റർ കൊളീഷൻ, ഇതൊരു ബിഫോർ കൊളീഷനുള്ള കേസായിരുന്നു. ആഫ്റ്റർ കൊളീഷൻ നമുക്ക് റെഡ് വെച്ച് സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ബോളിന്റെ വെലോസിറ്റി v1 ആയിരിക്കും, ബി എന്ന് പറയുന്ന ബോൾ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി v2 ആയിരിക്കും. ഓക്കെ ആണോ?
എ എന്ന് പറയുന്ന ബോളിന്റെ വെലോസിറ്റി v1 ആയിരിക്കും ആഫ്റ്റർ കൊളിഷൻ. ബി എന്ന് പറയുന്ന ബോളിന്റെ വെലോസിറ്റി v2 ആയിരിക്കും. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ബിഫോർ കൊളിഷനിൽ ഉണ്ടായിരുന്ന മൂവ്മെന്റ്, ബിഫോർ കൊളിഷനിലെ ഇതിന്റെ മൂവ്മെന്റ് എത്രയാണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ ബിഫോർ കൊളിഷനിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് എത്രയാണ്, ആഫ്റ്റർ കൊളിഷനിൽ ഉണ്ടായിരുന്ന മൂവ്മെന്റ് എത്രയാണോ അത് രണ്ടും എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തായിരിക്കും ബിഫോർ കൊളിഷനിലുള്ള മൂവ്മെന്റം m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. റെഡി ആണോ മക്കൾക്ക്? വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു, m1 എന്ന് പറയുന്ന ബോഡിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും, m2 എന്ന് പറയുന്ന ബോഡിന്റെ മാസും അതിന്റെ വെലോസിറ്റിയും, m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വലാ, ആഫ്റ്റർ കൊളിഷൻ ഉണ്ടാവുന്ന മൊമെന്റം. അതേതാ മക്കളെ, m1v1 മാസിന് മാറ്റൊന്നുമില്ല അല്ലെ, m1v1 പ്ലസ് m2v2 അല്ലെ. അങ്ങനെയാണെങ്കിൽ ബിഫോർ കൊളീഷനുള്ള മൊമെന്റം bcm, ആഫ്റ്റർ കൊളീഷനുള്ള മൊമെന്റം acm. ഇത് രണ്ടും എന്തായിരിക്കും മക്കളെ, ഈക്വൽ ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഇതാണ് ആര് പറഞ്ഞത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് പറഞ്ഞത് കേട്ടോ. എന്താണ് ഈ ലീനിയർ മൂവ്മെന്റ് എന്നൊക്കെ പഠിക്കുന്നത്? സിംപ്ലി മൂവ്മെന്റ് എന്ന് പഠിച്ചാൽ പോരെ. നമുക്കിവിടെ ആംഗുലാർ മൂവ്മെന്റും കൂടി വരും. നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ റൊട്ടേഷനിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ആംഗുലാർ മൂവ്മെന്റത്തിന്റെ ഒരു ലോയും കൂടി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുത്തു പറയും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ്. സിംപ്ലി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ മൂവ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ മക്കൾ ലീനിയർ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. റെഡി? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം അല്ലെ. നിങ്ങൾ നോക്കിയോ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. While firing a bullet, the gun recoils. അപ്പൊ തീർച്ചയായിട്ടും റീകോയിൽ ഓഫ് എ ഗണ്ണുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കുള്ളത്. എന്താണ് റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുന്നത്? വേറെ ഒന്നുമില്ല, നമ്മൾ ഗണ്ണ് ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ഗണ്ണ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഈ മൂവിയിലൊക്കെ നമ്മൾ ഗണ്ണൊക്കെ ഉപയോഗിക്കുന്നത് കാണാറുണ്ടല്ലേ. അങ്ങനെ ഗണ്ണ് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന പിസ്റ്റൾ അല്ല കേട്ടോ, ചെറിയ നമ്മൾ ഈ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന കൈത്തോക്ക് എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് സാധനമല്ല. നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഗണ്ണൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഈ ഡബിൾ ബാരൽ ഗണ്ണൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള നല്ല നീളമുള്ള കുഴലുള്ള ഈ ഗണ്ണൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, പുക ഡബിൾ ബാരൽ ഗണ്ണാട്ടോ നമ്മളെ ഞാൻ വരച്ചിരിക്കുന്ന ആ രീതി തന്നെ ഉദ്ദേശിച്ചാൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഡബിൾ ബാരൽ ഗണ്ണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ മക്കൾക്ക്? ഈ ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നതിനോട് റിലേറ്റ് ആയിക്കൊണ്ട് ഈ ഗൺ എന്ത് ചെയ്യും മക്കളെ, പിറകിലേക്ക് വരും അല്ലെ. അങ്ങനെ പിറകിലേക്ക് വന്നു കഴിഞ്ഞാലോ, പിറകിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡേഞ്ചർ ആവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗൺ ഉപയോഗിക്കുന്ന സമയത്ത്, ഈ ഡബിൾ ബാരൽ ഗണ്ണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൽ ലോക്ക് ചെയ്യുന്നതായിട്ട് കാണാം. മൂവീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഷോൾഡറിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, റീകോയിൽ മൂവ്മെന്റ് ഓഫ് ഗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീകോയിൽ വെലോസിറ്റി അല്ലെ റീകോയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ ജസ്റ്റ് ആ കാര്യം എന്താണെന്ന് മാത്രമാണ് പറഞ്ഞത്. റീകോയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് പിറകിലേക്ക് വരുന്നു, അതിനാണ് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ, വിച്ച് കൺസർവേഷൻ ലോ ഹെൽപ്സ് യു ടു എക്സ്പ്ലെയിൻ ദിസ് ഫിനോമിന? അതിന് വേറെ കൺഫ്യൂഷൻസ് ഒന്നും മക്കൾ ആലോചിക്കേണ്ട. ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് പിറകിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആവുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഓൾറെഡി ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചതാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം, ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും, റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് ആക്ച്വലി നമ്മൾ ഇതിവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. ഇൻ ദി ഫയറിംഗ് പ്രോസസ് the speed of the gun is very low compared to the speed of bullet. Substantiate the above statement mathematically. അപ്പൊ ഇക്വേഷൻ വൈസ് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ ഇട്ട ആൾ പറയുന്നത്, വേറെ ഒന്നുമില്ല. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, ഒന്നോ രണ്ടോ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. അത് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ആ സ്റ്റെപ്പ് ഞാൻ ലാസ്റ്റിലേക്ക് എഴുതും. അതിന് മുൻപായിട്ട് മക്കൾ ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ. എങ്ങനെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ അപ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് രണ്ട് സ്റ്റെപ്പിലൂടെ ആൻസർ എഴുതാം, അത് വേണ്ട. നമുക്ക് അതിന്റെ കുറച്ചുകൂടി കണ്ടന്റിലേക്ക് ഇറങ്ങി വന്ന് നമുക്കൊന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് നോക്കിക്കോ. നമ്മൾ തൊട്ട് മുൻപ് ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ എന്ത് കേസാ മക്കളെ പറഞ്ഞിരുന്നേ? രണ്ട് ബോൾസ് അല്ലെ,
രണ്ട് ബോൾസ് ഇങ്ങനെ ഉരുണ്ടു പോകുന്ന കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എ എന്ന് പറയുന്ന ബോള്, ബി എന്ന് പറയുന്ന ബോള്, എ എന്ന് പറയുന്ന ബോളിന്റെ മാസ് M1, ബി എന്ന് പറയുന്ന ബോളിന്റെ മാസ് M2. M1 ബോളിന്റെ മാസ് എ എന്ന് പറയുന്ന ബോളിന്റെ മാസ് M1 ആണ്, അതിന്റെ വെലോസിറ്റി U1. M2 ബോളിന്റെ മാസ് U2 ആണ്. ഇത് രണ്ടും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമില് കൊളീഷന് വിധേയമായി. അത് കഴിഞ്ഞിട്ട് ഈ ബോൾസ് എങ്ങനെയാണ് പാസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിരുന്നേ? ഫസ്റ്റ് ബോൾ എ ആയിരുന്നു, സെക്കൻഡ് ബോൾ ബി ആയിരുന്നു അല്ലെ? M1 ബോള് V1 വെലോസിറ്റിയിലും M2 ബോള് V2 വെലോസിറ്റിയിലും ട്രാവൽ ചെയ്തു. അതിന് യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗണ്ണിന്റെ കേസിൽ എന്താണ് മക്കളെ സംഭവിക്കുന്നത്? ഇതേ കാര്യം തന്നെ ഞാനൊന്ന് ഗണ്ണിന്റെ കേസിലേക്ക് വരയ്ക്കാൻ പോകണോ? ക്ലിയർ? നമുക്ക് രണ്ട് കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിങ്ങും. കാരണം എന്തായിരുന്നു, നമുക്ക് തൊട്ട് മുൻപത്തെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ബോള് കൊളീഷൻ ആണ് അല്ലെ? അപ്പൊ ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ബിഫോർ ഫയറിംഗ് ആൻഡ് ആഫ്റ്റർ ഫയറിംഗ്. ആ രണ്ട് കേസസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ബിഫോർ ഫയറിംഗ് ദെൻ ആഫ്റ്റർ ഫയറിംഗ്. ഓക്കെ ആണോ? ബിഫോർ ഫയറിംഗിൽ മക്കൾ നോക്കിയേ, ബിഫോർ ഫയറിംഗിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. നമ്മളെ ബുള്ളറ്റ് ഈ ഗണ്ണിന്റെ ഉള്ളിലാണ്. ഇനി ആഫ്റ്റർ ഫയറിംഗ് ആണെങ്കിലോ, ആഫ്റ്റർ ഫയറിംഗിൽ സംഭവിക്കുന്ന കാര്യം മക്കൾ നോക്കിക്കോ, ഇത് ഗണ്ണാണ് കേട്ടോ. ആഫ്റ്റർ ഫയറിംഗിൽ സംഭവിക്കുന്ന കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ബുള്ളറ്റ് പുറത്തിറങ്ങി. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്, ഗണ്ണ് പിറകിലേക്ക് വരും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കേസിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ഈ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഈ രണ്ട് സ്ഥലത്തെയും മൂവ്മെന്റ് എന്തായിരിക്കണം ഒന്ന് ആലോചിച്ച മക്കളെ. യാതൊരു കൺഫ്യൂഷനും ഇല്ല, നമ്മൾ അതിലേക്കേ വരുന്നേ. ഇവിടെ നോക്കിയോ മക്കള്, ബിഫോർ ഫയറിംഗും ആഫ്റ്റർ ഫയറിംഗും അല്ലെ? അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ കൊടുക്കുന്നില്ലെങ്കിൽ ഈ രണ്ട് സ്ഥലത്തെയും മൂവ്മെന്റ് എന്തായിരിക്കും മക്കളെ? ഈക്വൽ അല്ലെ? ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറയാം, ബിഫോർ ഫയറിംഗിലുള്ള മൂവ്മെന്റവും ആഫ്റ്റർ ഫയറിംഗിലുള്ള മൂവ്മെന്റവും എന്താണ്? ഈക്വൽ ആണല്ലോ. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ബിഫോർ ഫയറിംഗ് മൂവ്മെന്റം ഈസ് ഈക്വൽ ടു ആഫ്റ്റർ ഫയറിംഗ് മൂവ്മെന്റം. റെഡിയാണേ? ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ പഠിക്കാൻ പോവാണ്. അങ്ങനെയാണ് മക്കളൊന്ന് പറ, ബിഫോർ ഫയറിംഗിലുള്ള മൂവ്മെന്റ് എത്രയാണ്? മൂവ്മെന്റ് എന്തായിരുന്നു? മാസ് ഇൻടു വെലോസിറ്റി ആയിരുന്നു അല്ലെ? അപ്പൊ ഒരു മൂവിംഗ് ഒബ്ജക്റ്റിനല്ലേ മൂവ്മെന്റ് ഉള്ളത്. ഈ ഫസ്റ്റ് കേസിൽ ബിഫോർ ഫയറിംഗിൽ നമുക്ക് അങ്ങനെ ഒരു മൂവിംഗ് ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മൂവിംഗ് ഒബ്ജക്റ്റ് ഇല്ല. ബുള്ളറ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഗണ്ണിന്റെ ഉള്ളിലാ. ഗണ്ണിന് മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബിഫോർ ഫയറിംഗിലുള്ള മൂവ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ദെൻ ആഫ്റ്റർ ഫയറിംഗിലുള്ള മൂവ്മെന്റ് എന്തായിരിക്കും മക്കളെ? അങ്ങനെയാണ് നമുക്ക് പറയാം, ആഫ്റ്റർ ഫയറിംഗിലുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ മാസ് ഞാനിവിടെ MB എന്ന് എടുത്തു, ബുള്ളറ്റിന്റെ വെലോസിറ്റി VB എന്ന് എടുത്തു, ഗണ്ണിന്റെ മാസ് MG ആയിട്ട് എടുത്തു, വെലോസിറ്റി VG ആയിട്ട് എടുത്തു. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. 0 is equal to ബുള്ളറ്റിന്റെ മൂവ്മെന്റം MB into VB പ്ലസ്, അത് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അല്ല, ഗണ്ണിന് മൂവ്മെന്റ് ഉണ്ട്, ഗണ്ണ് പിറകിലേക്ക് മൂവ് ചെയ്യുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് എന്തായിരിക്കും? MG into VG. ക്ലിയർ ആണോ മക്കൾക്ക്? അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ MB VB നെ ഞാൻ ലെഫ്റ്റിലേക്ക് ഒന്ന് കൊണ്ടുവരാണ് കേട്ടോ നമ്മൾ ഇക്വേഷനിൽ. അപ്പൊ എന്ത് ചേഞ്ച് വരാൻ നോക്കിയോ മക്കള്? മൈനസ് MB VB is equal to MG VG അല്ലെ? ഇവിടെ MB മാസ് ഓഫ് ബുള്ളറ്റ് ആയിരുന്നു, VB വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആയിരുന്നു, MG മാസ് ഓഫ് ഗൺ ആയിരുന്നു, VG വെലോസിറ്റി ഓഫ് ഗൺ ആയിരുന്നു അല്ലെ? അങ്ങനെയാണ് മക്കൾ നോക്കിയോ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, in the firing process the speed of gun is very low is compared to the speed of bullet. അപ്പോ ഗണ്ണിന്റെ സ്പീഡ് VG ആണ്, ബുള്ളറ്റിന്റെ സ്പീഡ് ഏതാ മക്കളെ? VB ആണ്. ഈ VB യെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ഗണ്ണ് എന്താണ്? വളരെ കുറവാണ് അല്ലെ? അതിന് കാരണം എന്താ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഇക്വേഷൻ പ്രകാരം ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഈ മൈനസ് നമുക്ക് ഒഴിവാക്കാം, നെഗറ്റീവ് നമുക്ക് ഒഴിവാക്കാം. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാസ് ഓഫ് ബുള്ളറ്റ് ഇൻടു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ, മാസ് ഓഫ് ഗൺ ഇൻടു വെലോസിറ്റി ഓഫ് ഗൺ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ സെയിം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിന് യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഇല്ല. ഇവിടെ നമുക്കറിയാം മാസ് ഓഫ് ഗൺ എന്താണ്? മാസ് ഓഫ് ഗൺ എന്താണ്? വളരെ കൂടുതലാണ് അല്ലെ? മാസ് ഓഫ് ഗണ്ണ് വളരെ കൂടുതലാണ്, മാസ് ഓഫ് ഗണ്ണ് വളരെ കൂടുതലാണ്. ഇവിടെ മാസ് ഓഫ് ഗണ്ണിന്റെ ആൻസർ വളരെ കൂടുതലാണ്. ഓക്കെ ആണേ? ഞാൻ അതേപോലെ എഴുതി വെക്കുന്നുള്ളേ. മാസ് ഓഫ് ബുള്ളറ്റ് എന്താണ്? വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഗണ്ണും വെലോസിറ്റി ഓഫ് ഗണ്ണും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇനി കിട്ടുന്ന കാര്യം എന്താണ് മക്കളെ? മാസ് ഓഫ് ബുള്ളറ്റ് ഇൻടു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് അല്ലെ? ഇവിടെ മാസ് ഓഫ് ഗണ്ണ് കൂടുതലാണ്, അതുകൊണ്ട് വെലോസിറ്റി ഓഫ് ഗൺ എന്തായിരിക്കും? കുറവായിരിക്കും.
ഇവിടെ മാസ് ഓഫ് ബുള്ളറ്റ് എന്താണ് മക്കളെ? വളരെ കുറവാണ്. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഇത് ഈക്വൽ ആക്കണമെങ്കിൽ, മക്കളെ ശ്രദ്ധിച്ചേ, ഈ ടേമിനോട് ഇത് ഈക്വൽ ആക്കണമെങ്കിൽ മാസ് ഓഫ് ബുള്ളറ്റ് വളരെ കുറവാണെങ്കിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്തായിരിക്കണം? വളരെ കൂടുതലായിരിക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റിലേക്ക് മക്കൾ വന്നു. ഇൻ ദി ഫയറിംഗ് പ്രോസസ് ദ സ്പീഡ് ഓഫ് ഗൺ ഈസ് വെരി ലോ. അതിന് കാരണം എന്താ? അവിടെ ഗണ്ണിന്റെ മാസ് കൂടുതലാണ് കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ബുള്ളറ്റ്. അതിന് കാരണം എന്താണ്? ബുള്ളറ്റിന്റെ സ്പീഡ് കൂടുതലാണ്, അവിടെ മാസ് എന്താണ്? കുറവാണ്. ഗണ്ണിന്റെ സ്പീഡ് കുറവാണ്, പക്ഷെ മാസ് അവിടെ എന്താണ് മക്കളെ? കൂടുതലാണ്. ഇതാണ് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ. റെഡി ആണോ മക്കൾക്ക്? നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൈസ് തന്നെ നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ അതിന്റെ കോൺസെപ്റ്റും പറഞ്ഞു. ക്ലിയർ ആണ്? അങ്ങനെയാണോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ്, അങ്ങനെയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നോക്കിയാലോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റിനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് റീകോയിൽ ഓഫ് ഗണ്ണ് നമ്മൾ പറഞ്ഞിരുന്നു. ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഗണ്ണ് പിറകിലേക്ക് വരും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും മൂവ്മെന്റം എന്തായിരിക്കും മക്കളെ? ടോട്ടൽ മൂവ്മെന്റം അല്ലെ? മൂവ്മെന്റം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്: എ പേഴ്സൺ ഫയറിംഗ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ എക്സ്പീരിയൻസ് എ ബാക്ക്വേർഡ് ജർക്ക്. ഒരു ബാക്ക്വേർഡ് ആയിട്ട് പിറകിലേക്ക് ഒരു ജർക്ക് ഉണ്ടാവും അല്ലെ ഗണ്ണിന്റെ. അതിനാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ: റൈറ്റ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. ഇതിന് പിറകിലുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? ഒരു കൺഫ്യൂഷനും വേണ്ട, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൂവ്മെന്റ് ആണ്. അങ്ങനെയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കളോട് ഇതാണ്: എ ബുള്ളറ്റ് ഓഫ് മാസ് 15 ഗ്രാംസ്, ഗ്രാംസിലാണ് കേട്ടോ, ഫയർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ബുള്ളറ്റിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രം എ ഗൺ ഓഫ് മാസ് 2 കിലോഗ്രാം, ഫൈൻഡ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ. ഗുഡ്. അങ്ങനെയാണ് നമ്മൾ ഇത് ഏത് രീതിയിലാണ് ചെയ്യുക? മക്കള് തൊട്ട് മുൻപത്തെ ക്വസ്റ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോടാ. നമ്മൾ തൊട്ട് മുൻപത്തെ ക്വസ്റ്റിൽ ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു റിലേഷൻ എടുത്തിരുന്നേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മൾ എങ്ങനെയായിരുന്നു റിലേഷൻ എടുത്തിരുന്നേ? നമ്മളൊന്ന് ആലോചിച്ചോ. ബിഫോർ ഫയറിംഗുള്ള മൂവ്മെന്റും ആഫ്റ്റർ ഫയറിംഗുള്ള മൂവ്മെന്റും ഈക്വൽ ആണെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഫോർ ഫയറിംഗുള്ള മൂവ്മെന്റ് എത്രയായിരുന്നടാ? 0 ആയിരുന്നു സാറേ. എന്താ ഡൗട്ട്? ഒരു കൺഫ്യൂഷൻ ഇല്ല. കാര്യം എന്താ? മൂവ്മെന്റം മൂവിംഗ് ഒബ്ജക്റ്റിനല്ലേ, ഇവിടെ മൂവിംഗ് ഇല്ലല്ലോ. അങ്ങനെയാണ് 0 അല്ലേ, ഒരു ഡൗട്ടും ഇല്ല. ആഫ്റ്റർ ഫയറിംഗുള്ള മൂവ്മെന്റോ? ആഫ്റ്റർ ഫയറിംഗുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബുള്ളറ്റിന് തീർച്ചയായിട്ടും ഒരു മാസും ഉണ്ടാവും, അതിന് വെലോസിറ്റി ഉണ്ട് അല്ലെ. അങ്ങനെയാണ് ബുള്ളറ്റിന് ഒരു മൂവ്മെന്റും ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗണ്ണിന് മൂവ്മെന്റും ഉണ്ട്. പക്ഷെ ഗണ്ണിന്റെ മൂവ്മെന്റും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലേ വരുന്നത്. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ, നമ്മുടെ ഇക്വേഷനിലേക്ക് നമ്മൾ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? 0 ഈസ് ഈക്വൽ ടു ബിഫോർ ഫയറിംഗുള്ള മൂവ്മെന്റും 0 ആണ്, ആഫ്റ്റർ ഫയറിംഗുള്ള മൂവ്മെന്റും MBVB ഇൻടു MBVB പ്ലസ് MGVG ആയിരുന്നു അല്ലെ ടോട്ടൽ മൂവ്മെന്റും. അങ്ങനെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ഫോം ചെയ്തു മക്കളെ? മൈനസ് MBVB ഈസ് ഈക്വൽ ടു MGVG. ക്ലിയർ ആണോ മക്കൾക്ക്? മൈനസ് MBVB ഈസ് ഈക്വൽ ടു MGVG. റെഡി? ആ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇക്വേഷൻ ഇതായിരുന്നു: മൈനസ് MBVB ഈസ് ഈക്വൽ ടു MGVG. റെഡി ആണോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ, പക്കയാണ് കേട്ടോ. ഇവിടേക്ക് മക്കൾ വന്നേ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാസ് ഓഫ് ബുള്ളറ്റ് വേണം, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് വേണം, മാസ് ഓഫ് ഗണ്ണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? ഫൈൻഡ് ദ റീകോയിൽ സ്പീഡ് ആണ് അല്ലെ, ഗണ്ണ് പിറകിലേക്ക് വരുന്ന സ്പീഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണോ? VG കണ്ടുപിടിക്കണം. സെറ്റ് ആണോ മക്കൾക്ക്? VG കണ്ടുപിടിക്കാൻ വന്നു മക്കള്, വേറെ ഒരു ഡൗട്ടും വേണ്ട. VG ഈസ് ഈക്വൽ ടു മൈനസ് MBVB ഡിവൈഡഡ് ബൈ MG. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ MB ഓക്കെ ആണോ? VB ഓക്കെ ആണോ? MG ഓക്കെ ആണോ? സെറ്റ് ആണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല, നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ നോക്കിയോ, MB മാസ് ഓഫ് ബുള്ളറ്റ് അല്ലെ, MB മാസ് ഓഫ് ബുള്ളറ്റ് ആണ്. ക്ലിയർ? ഓക്കെ ആണോ? ബി എന്താണോ എഴുതാൻ ഇത്ര ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ ബിക്ക് അല്ലെ, എഴുതില്ല നിർബന്ധത്തിൽ പിടിച്ചു നിൽക്കാണല്ലോ. നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം, അങ്ങനെ നമുക്ക് ഒരു കുഴപ്പമില്ല. MB is equal to 15 grams അല്ലേ മക്കളെ? ഈ ഗ്രാമിനെ നമ്മൾ എങ്ങനെ കിലോഗ്രാമിലേക്ക് ആക്കടാ? 15 into 10⁻³ കിലോഗ്രാം ചെയ്താൽ മതി അല്ലെ. 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാം കിലോഗ്രാമിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കിയാലോ. യെസ്, ബുള്ളറ്റ് വെലോസിറ്റി എന്നുണ്ട്. പിന്നെ എന്ത് പേടിക്കാനാണ്? ഒന്നും കൊണ്ടും പേടിക്കാനില്ല. വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്നുണ്ട്. ഈ ബിക്ക് മാത്രം എന്താ പ്രശ്നങ്ങൾ? ഇടയ്ക്ക് ഒഴിവായി പോകുന്നു. 100 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ, അതും ഓക്കെയാണ്. ഫൈൻഡ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ. മാസ് തന്നിട്ടുണ്ട്, ഗണ്ണിന്റെ മാസ് അല്ലേ? യെസ്, ഗണ്ണിന്റെ മാസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ MG ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ? 2 കിലോഗ്രാം ആണ് അല്ലെ. 3 കാര്യങ്ങളും തന്നു, ഈസിയാണ്. ഇനി ഒരു ചെറിയ കുട്ടി കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലെ നമുക്ക്
പറ്റൂല്ലേ? മക്കള് നോക്കിയോ, ഇവിടെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? മൈനസ് എം ബി വി ബി ഇസ് ഈക്വൽ ടു എം ജി വി ജി അല്ലെ? വി ജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. മൈനസ് എം ബി വി ബി ഡിവൈഡഡ് ബൈ എം ജി അല്ലേ വരുന്നത്. മൈനസ് എം ബി എന്തായിരുന്നു മക്കളെ? 15 into 10⁻³ ആയിരുന്നു. വി ബി എത്രയായിരുന്നു? 100 ആയിരുന്നു. ഡിവൈഡഡ് ബൈ എം ജി എത്രയായിരുന്നു? 2 ആയിരുന്നു. ഓക്കെ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കോ, ആൻസർ ആയി. ഞാൻ പറയേണ്ടതാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈസി ആണ്, വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. 15 into 10⁻³ into 100 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. കാൽക്കുലേറ്റർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ മക്കൾ. യെസ്, what happens to the apparent weight of the child if the lift is moving up with a uniform acceleration? ഒരു ലിഫ്റ്റിലുള്ള കേസാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കേസാണ് കേട്ടോ. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരു ലിഫ്റ്റ് ആണ് എന്റെ കയ്യിലുള്ളത്. ഈ ലിഫ്റ്റില് ഒരു വെയിങ് സ്കെയിൽ ഉണ്ട്, ഒരു വെയിങ് മെഷീൻ ഉണ്ട്. ഈ വെയിങ് മെഷീന്റെ മുകളിലായിട്ട് ഒരു കുട്ടി നിൽക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, യാതൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കുട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ലിഫ്റ്റ് ഒരു യൂണിഫോം ആക്സിലറേഷൻ എ എന്ന് പറയുന്ന ഒരു ആക്സിലറേഷനിൽ അപ്വേർഡ്, അതായത് മുകളിലേക്ക് ഇത് പോകുന്നുണ്ടെന്ന് വിചാരിച്ചു. ഈ ലിഫ്റ്റ് മുകളിലേക്കാണ് പോകുന്നുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ വെയിങ് മെഷീനിൽ കാണിക്കുന്ന റീഡിങ് നമുക്ക് എത്രയായിരിക്കും അറിയോ? ഇതിന്റെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് R is equal to mg plus ma ആയിരിക്കും. mg ആയിരുന്നു നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അപ്പോ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആരും കൂടി കൺസിഡർ ചെയ്യണം മക്കളെ? ആക്സിലറേഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ R is equal to mg plus ma ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി അല്ലെങ്കിൽ ഈ ലിഫ്റ്റ് താഴേക്കാണ് വരുന്നതെങ്കിലോ ഒരു കൺഫ്യൂഷൻ വേണ്ട. മുകളിലേക്ക്, നമ്മൾ മുകളിലേക്ക് പോകുന്നതോറും നമ്മൾ പോസിറ്റീവ് ആവും അല്ലെ? നമ്മൾ താഴേക്ക് വരുന്നതോറോ നമ്മളെ മൈൻഡ് നെഗറ്റീവിലേക്കല്ലേ പോവാ. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. R is equal to mg minus ma വരും. ഒരു കൺഫ്യൂഷനും ഇല്ല. സെറ്റ് ആണേ. ഇനി എന്റെ മൂന്നാമതൊരു കേസും കൂടി ഞാൻ പറയാം. ഈ ലിഫ്റ്റ് പൊട്ടി വീഴാണ്, മീൻസ് വേറെ ഒരു ഇതുമില്ല, ഫ്രീ ഫോൾ എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലെ? കുട്ടിയൊന്നുമില്ല കേട്ടോ, നിങ്ങൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ജസ്റ്റ് ഒരു വെയിറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു മകള്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് പൊട്ടി വീഴുന്ന ഒരു കേസാണ്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഫ്രീ ഫോൾ ആണെന്ന് വിചാരിച്ചു. ഫ്രീ ഫോൾ ആണെങ്കിൽ എന്താ സംഭവിക്കുക മക്കളെ? ഇവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീ ഫോൾ ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? gn അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരും? R is equal to mg minus ഈ a എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇവിടെ എന്ത് വരും? g വരും. അങ്ങനെയാണെങ്കിൽ R is equal to എന്ത് വരും മക്കളെ? 0 വരും. അങ്ങനെയാണെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് എത്രയായി? 0 ആണ്. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ mg പ്ലസ് ma വരും. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ mg മൈനസ് ma വരും. ഇനി ഫ്രീ ഫോൾ ആണെങ്കിലോ mg മൈനസ് mg 0 വരും. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണോ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കയറി ചെന്നാലോ? ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കയറി ചെന്ന് നോക്കാം അല്ലെ? ക്ലിയർ ആണോ മക്കൾക്ക്? ക്ലിയർ. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കയറിച്ചില്ലാണേ, നമുക്ക് നോക്കി നോക്കേ. ക്ലിയർ. ക്വസ്റ്റ്യൻ ഞാനൊന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ. നമുക്ക് മെല്ലെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയോ മക്കളെ. What happens to the apparent weight of the child if the lift is moving up with a uniform acceleration? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ യൂണിഫോം ആക്സിലറേഷനിൽ അപ്വേർഡ് ആയിട്ടാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീന്റെ വെയിറ്റിൽ അല്ലെങ്കിൽ അപ്പാരന്റ് വെയിറ്റിൽ എന്ത് ചേഞ്ചാ സംഭവിക്കാം? വെയിറ്റ് ഇൻക്രീസ് ആയിട്ട് കാണും അല്ലെ? എം ജിക്ക് കൂടെ ഈ എം എയും കൂടി വരുമ്പോൾ വെയിറ്റ് ഇൻക്രീസ് ആയിട്ട് കാണും. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ചൈൽഡ്. ആ ഇക്വേഷനിലെ സാറേ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, യാതൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് സി ക്വസ്റ്റിലേക്ക് വന്ന് നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തു പോവാം. ഫൈൻഡ് ദി അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ചൈൽഡ്. അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ചൈൽഡ് അതിനെ നമ്മൾ കണ്ടുപിടിച്ചേ. പക്ഷെ ഒരു കേസ് ഉണ്ട് കേട്ടോ, മൂവിംഗ് ഡൗൺ ആണ്, മൂവിംഗ് അപ്പ് അല്ല, മൂവിംഗ് ഡൗൺ ആണ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഓഫ് 5 m/s². അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ഇവിടെ മാസ് തന്നിട്ടുണ്ടോ? ബോഡീന്റെ മാസ് ഉണ്ടോ? ഇല്ല അല്ലെ? മാസ് ഇല്ല. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. ആക്സിലറേഷൻ എത്രയാണ് മക്കളെ നമുക്ക് തന്നിരിക്കുന്നത്? 5 തന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. R is equal to if the find the apparent weight of the child if the lift is moving down. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? mg മൈനസ് ma അല്ലേ? m നമുക്ക് തന്നിട്ടില്ല, ക്വസ്റ്റ്യൻ സാധാരണ ഉണ്ടാവാറുണ്ട് കേട്ടോ. മാസ് മക്കൾ ശ്രദ്ധിച്ചോ. m into g നമുക്ക് അറിയാലോ, മൈനസ് m എത്രയാണ്? m തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ a എത്രയാണ് മക്കളെ? 5 ആണ് കേട്ടോ. ഇക്വേഷനിൽ സാധാരണയായിട്ട് എങ്ങനെയാണ് തരാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് നമുക്ക് തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, മാസ് ഒരു 30 ആയിട്ട് കൺസിഡർ ചെയ്യാം. മാസ് ആക്ച്വലി ഇതിൽ തന്നിട്ടില്ല, മാസ് തരാറുണ്ട്. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാല്യൂ പുട്ട് ചെയ്യുന്നത് മാത്രം കേട്ടോ. ക്ലിയർ?
മാസ് ഇവിടെ ഒരു 30 ആയിട്ട് മക്കൾ കൺസിഡർ ചെയ്തു. ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മാസ് ഒരു 30 കിലോഗ്രാം ആണ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അപ്പാരന്റ് വെയിറ്റ് എത്ര വരും മക്കളെ? R is equal to തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. Find the apparent weight of the child if the lift is moving down. താഴേക്കാ ബോഡി മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇക്വേഷൻ എന്ത് വരും മക്കളെ? R is equal to mg minus m അല്ലേ വരിക. ഓക്കെ ആണ്. m എത്രയായിരുന്നു? 30 ആണ്. 30 into g എത്രയായിരുന്നു മക്കളെ? g എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു. m എത്രയായിരുന്നു? 30 ആണ്. a എത്രയായിരുന്നു? 5 ആയിരുന്നു. എത്ര ഇക്വേഷനിൽ വരിക? 30 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 10 minus 5 നമുക്ക് 5 വരും. നമുക്കൊരു 150 kilograms വരും അല്ലെ. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? യാതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ സെറ്റ് ആയിട്ട് ഇങ്ങനെ പോകട്ടോ. പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം കൂടി നമ്മൾ പറയും. നമ്മൾ അപ്പാരന്റ് വെയിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഒരു ലിഫ്റ്റില് ഒരു വെയിങ് മെഷീനോട് കൂടിയിട്ട് ഒരു കുട്ടി കയറി നിൽക്കാണ്. അപ്പോൾ ഡയറക്ഷനിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? അപ്പാരന്റ് വെയിറ്റ് ലിഫ്റ്റിൽ കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും? R is equal to mg plus ma ആയിരിക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിലോ R is equal to mg minus ma ആയിരിക്കും. ഇനി ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ഫ്രീ ഫോൾ ആണെങ്കിലോ mg minus mg ആയിരിക്കും. സോ അത് 0 വരും അല്ലെ. ഇക്വേഷനിൽ ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളെ പറയുന്നുള്ളൂ. അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ചൈൽഡ് ഉണ്ട്. നമ്മൾ പറഞ്ഞ കേസ് തന്നെ if the lift is moving up അപ്പാണ് നമുക്കറിയാം. R is equal to എന്തായിരിക്കും മക്കളെ? mg plus ma ആണ്. യാതൊരു ഡൗട്ടും ഇല്ല. അതിന്റെ റിലേഷൻ നമ്മൾ എഴുതി വെച്ചു. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നാലോ? Find the apparent weight of the child if the lift is moving down. ആ ചൈൽഡിന്റെ മാസ് ഒരു 30 ആയിട്ട് കൺസിഡർ ചെയ്തു കേട്ടോ. നമ്മളൊരു കൺസിഡർ ചെയ്തതാണ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ഇല്ല. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. Find the apparent weight of the child if the lift is moving down with a constant acceleration of 5 meter per second square. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? R is equal to mg minus ma. ഇവിടെ m 30 ആണ്, g 10 ആണ്, m 30, a 5 ആണ്. ഈ m കോമൺ ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ 30 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 10 minus 5 വരും. 10 minus 5 5 ആണ്. 30 into 5 150 കിലോഗ്രാം. സെറ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടിപൊളിയായി നമുക്ക് ചെയ്തു പോകാം. ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോളാം. ഡിഫൈൻ ഇമ്പൾസ് ആണ് അല്ലെ. ഡിഫൈൻ ഇമ്പൾസ്. ഇമ്പൾസ് നമുക്ക് അറിയാം. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എഫ് ഇൻടു ഡി ടി ആയിരുന്നു അല്ലെ. എന്തായിരുന്നു ഡി ടി എന്നൊക്കെ പറഞ്ഞാല്? എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇൻ എ ഷോർട്ട് ടൈം ഇന്റർവൽ. ഇതിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്? ഇമ്പൾസ് എന്ന് പറഞ്ഞത്. ഇമ്പൾസിന്റെ യൂണിറ്റ് മക്കൾക്ക് അറിയാലോ. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്തായിരിക്കും മക്കളെ? ന്യൂട്ടൺ സെക്കൻഡ് ആയിരിക്കും അല്ലെ. ഇതിന്റെ ഡയമെൻഷനും മക്കൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. ന്യൂട്ടൺ എന്തായിരുന്നു? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? ml(t)-2 ആയിരുന്നു. ടൈമിന് എന്തായിരുന്നു മക്കളെ? ടി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ml(t)-1 വരും കേട്ടോ. ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? എന്താണ് ഇമ്പൾസ്? വേറെ ഒന്നുമില്ല. എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇമ്പൾസ് എന്ന് പറഞ്ഞല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനും ഇതിനോട് റിലേറ്റ് ചെയ്തുള്ള തിയറിയാണ്. മക്കളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇമ്പൾസ് നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന്റെ എക്സാമ്പിൾസിനെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാമ്പിൾസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് പല സമയത്തും എന്ത് ചോദിക്കാറുണ്ട്? എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇമ്പൾസിന്റെ എക്സാമ്പിൾസ് നോക്കി നോക്കാം കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ. യെസ്, അതൊരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. വൈ ഇസ് ഇറ്റ് മോർ ഡേഞ്ചറസ് ടു ഫോൾ ഓൺ എ ഫ്രോസൺ ഐസ് ദാൻ എ ഫ്രഷ് സ്നോ? ഫ്രോസൺ ഐസും ഫ്രഷ് സ്നോയും എന്താണോ ഇതിന്റെ വ്യത്യാസം? അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഫ്രോസൺ ഐസ് അല്ലെ. ഫ്രോസൺ ഐസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാനഡയിലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ കട്ടി പിടിച്ചിട്ട്, അതായത് ഈ ലേക്കിന്റെ മുകളിലും റിവറിന്റെ മുകളിലൊക്കെ കട്ടിയായിട്ട് ഒരു പാളി പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസ് കാണാൻ കഴിയും അല്ലെ. ഐസ് ബ്ലോക്കുകളായിട്ട് നമ്മളെ കാണാൻ കഴിയും. അതിനാണ് നമ്മൾ ഫ്രോസൺ ഐസ് എന്ന് പറയുന്നത്. ഫ്രഷ് സ്നോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ രാജ്യത്ത് കുളുവിലും മണാലിയിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പൊടിഞ്ഞു കളിക്കുന്ന ഐസ് കാണാൻ കഴിയുമല്ലോ. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓരോ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രഷ് സ്നോ. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിൽ ഏതിൽ വീഴുമ്പോഴാണ് കൂടുതൽ ഡേഞ്ചറസ് എന്നാണ് ചോദിക്കുന്നത്. ഡേഞ്ചറസ് ഒരു കൺഫ്യൂഷനും ഇല്ല മക്കളെ. ഇവിടെ കൂടുതൽ ഇമ്പൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും, കൂടുതൽ ഇമ്പൾസ് ഇമ്പാർട്ട് ചെയ്യാൻ കഴിയുന്നത് ഏതിനായിരിക്കും? ഫ്രോസൺ ഐസിനായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇഞ്ചുറീസ് പറ്റുന്നത്, കൂടുതൽ ഡേഞ്ചറസ് ഏത് കേസിലായിരിക്കും? ഫ്രോസൺ ഐസിലായിരിക്കും, ഫ്രഷ് സ്നോനേക്കാളും. അപ്പൊ നമ്മൾ ആൻസർ ഫ്രോസൺ ഐസ് ആണ് കേട്ടോ. And the third one, the passenger falls backward when a bus at a rest start moving suddenly. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞതാണ് അല്ലെ. നമ്മൾ ഇതിനു മുൻപ് നമ്മൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ്, ഇനേഷ്യ ഓഫ് മോഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ കേസ് പറഞ്ഞതാണ്. എങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The passenger falls backward when a bus at a rest starts moving suddenly.
റെസ്റ്റിലുള്ള ഒരു ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലോ നിർത്തിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കയറി നിൽക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വേൾഡിലാണ്, നിങ്ങൾ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സഡൻ ആയിട്ട് ബസ് എന്ത് ചെയ്യാണ്, ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ്. എന്ത് സംഭവിക്കണം? നിങ്ങൾക്ക് പെട്ടെന്ന് ബാക്കിലേക്കുള്ള ഒരു ആക്ഷൻ ഉണ്ടാവും അല്ലെ? എന്തായിരിക്കും അങ്ങനെയുള്ള റീസൺ? എന്തായിരിക്കും മക്കളെ? നിങ്ങളുടെ ഹോൾ ബോഡി അതുവരെ എന്തിലായിരുന്നു? റെസ്റ്റിലല്ലേ? പെട്ടെന്ന് സഡൻ ആയിട്ട് എന്തിലേക്ക് വന്നു? മോഷനിലേക്ക് വന്നില്ലേ? നിങ്ങളുടെ ലോവർ ബോഡി മോഷനിലേക്ക് വന്നു. അപ്പോഴും അപ്പർ ബോഡി എന്താണ്? എന്നുള്ള ടെൻഡൻസിയെ കാണിക്കുന്നത്? റെസ്റ്റിൽ നിൽക്കാനുള്ള ടെൻഡൻസി അല്ലേ കാണിക്കുന്നത്? അങ്ങനെയാണ് എന്ത് സംഭവിക്കട? ലോവർ ബോഡി മോഷനിലേക്ക് വന്നു, അപ്പർ ബോഡി റെസ്റ്റിൽ തന്നെ നിൽക്കും. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഫോൾസ് ബാക്ക്വേർഡ്. സെറ്റ് ആണോ മക്കൾക്ക്? അപ്പൊ അതിനുള്ള റീസൺ എന്തായിരുന്നു? ഇനീഷ്യോ റെസ്റ്റ് ആണ് കേട്ടോ. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കളൊന്ന് വന്നേ. അടിപൊളിയല്ലേ? യാതൊരു കൺഫ്യൂഷനും ഇല്ല. വേറെ കേട്ടോ. യെസ്, ഡാഷ് ഇസ് ദ മെഷർ ഓഫ് ഇനേഷ്യ. കാര്യം ഇത്രയേ ഉള്ളൂ. ഇനേഷ്യനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ, ദർ ഇസ് നോ ഡൗട്ട്, മാസ് ആണ് ആൻസർ വരിക കേട്ടോ. മാസ് ആണ് ഇനേഷ്യനെ അഫക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ. അതുകൊണ്ട് തന്നെ മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേഷ്യ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. 10th ക്വസ്റ്റ്യൻ. ക്ലിയർ? യെസ്, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം അല്ലെ? നിങ്ങൾ നോക്കിയോ, ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കട്ടോ. The static friction comes into play at the moment the force is applied. ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് എപ്പോഴാണോ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് ആ സമയം മുതൽ എന്ത് ഫീൽ ചെയ്ത് തുടങ്ങി മക്കളെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങി എന്നാണ് പറയുന്നത്. റെഡിയാണ് അല്ലെ? ഫ്രിക്ഷൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. ഫ്രിക്ഷൻ മാത്രമാണ്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്? റെസ്റ്റിലുള്ള ഒരു ബോഡിയിൽ ഫീൽ ചെയ്യപ്പെടുന്ന ഫ്രിക്ഷൻ നമ്മളൊരു പേര് പറഞ്ഞു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെയാണ് മൂവ് ചെയ്ത ബോഡിയിലോ നമ്മൾ പേര് പറഞ്ഞു, കൈനറ്റിക് ഫ്രിക്ഷൻ. രണ്ട് കേസല്ലേ നമ്മൾ പറഞ്ഞേ? ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഒന്ന് കൈനറ്റിക് ഫ്രിക്ഷനും. ഓക്കെ ആണ്, അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. Write the relation between the static friction and normal reaction. അതിന് നമ്മൾ എന്ത് എഴുതണം മക്കളെ? ഒരു റിലേഷൻ എഴുതണം അല്ലെ? എങ്ങനെയായിരുന്നു ഫ്രിക്ഷന്റെ കേസിൽ നമ്മൾ പറയുന്നത്? ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് പറയാം. ഇവിടെ മക്കൾക്ക് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഫൈൻ. ഈ ബോക്സിന്റെ മാസ് m ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് mg താഴേക്ക് ഫീൽ ചെയ്യും അല്ലെ? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നോർമൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ. എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? ഒരു നോർമൽ ഫോഴ്സ് മുകളിലേക്ക് വന്നു. ഇവിടേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ടു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് നമുക്ക് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫ്രിക്ഷൻ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? ആ സർഫസ് അല്ലേ? നമ്മൾ വെച്ചിരിക്കുന്ന ആ ഫ്ലോറിന്റെ സർഫസ് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ക്ലിയർ? ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫ്രിക്ഷൻ ഫോഴ്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ എഴുതാനാണ്. ഫ്രിക്ഷൻ ഫോഴ്സിനെ അല്ല, അതിന് പകരം സ്റ്റാറ്റിക് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷനും ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ? എങ്ങനെയാണ് നമ്മൾ റിലേഷൻ എഴുതുക മക്കളെ? വേറെ ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്കൊരു കാര്യം അറിയാം, നോർമൽ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് അറിയാവുന്ന കാര്യമാണ് വെയിറ്റ് ഓഫ് ദി ബോഡി. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് എഴുതാം? എങ്ങനെ എഴുതാം? അതിന് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിടത്തില്ലല്ലോ. നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ? കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാരായിരുന്നു മക്കളെ? കോൺസ്റ്റന്റ് മ്യൂ ആയിരുന്നു. അതിനെ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആരെ ഡിപെൻഡ് ചെയ്യുന്നേ? വേറെ ആരെ ഡിപെൻഡ് ചെയ്യാനുള്ള? ഏത് സർഫസിലാണോ നമ്മൾ ബോഡി വെച്ചിരിക്കുന്നത് ആ സർഫസിന്റെ പ്രോപ്പർട്ടിയിലല്ലേ മ്യൂ ഡിപെൻഡ് ചെയ്യുന്നത്. അതൊരു സ്മൂത്ത് സർഫസ് ആണെങ്കിൽ മ്യൂന്റെ വാല്യൂ കുറവായിരിക്കും. റഫ് സർഫസ് ആണെങ്കിൽ മ്യൂന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. ആ മ്യൂന്റെ വാല്യൂവിനനുസരിച്ചിട്ട് ഇവിടെ ആര് മാറും? ഫ്രിക്ഷൻ ഫോഴ്സ് മാറും. ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ F is equal to mu into n. റെഡി ആണോ? ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകട്ടോ. ക്ലിയർ ആണേ? ഇനി മക്കൾ നോക്കിയോ, നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, മക്കൾ പേടിക്കേ വേണ്ട. ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി? ഒരു S ഇട്ട് കൊടുക്കുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരുന്നെങ്കിലോ സാറേ? ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പോഴും F is equal to എന്താണ് ഇക്വേഷൻ? mu into n ആണ്. ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? K ഇട്ട് കൊടുക്കുക. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മൾ സെറ്റ് ചെയ്യൂടാ. മക്കൾ നോക്കിയോ, അപ്പൊ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇക്വേഷനായി കൈനറ്റിക് ഫ്രിക്ഷൻ ഇക്വേഷനായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇക്വേഷൻ ആണ് കേട്ടോ. അതില് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷനും ബേസിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ദ ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇവിടെ മക്കൾ നോക്കിക്കോ, ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുകയേ ചെയ്യേണ്ട. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലോ പറയും കേട്ടോ. നമ്മൾ 2 or 3 കണക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ലോ പറയും. ഈസി ആയിട്ട് പഠിച്ചു. ബൈ ഹാർട്ട് ആക്കേ വേണ്ട, ഈസി ആയിട്ട് പഠിച്ചു പോവാം. ഇവിടെ മക്കൾ നോക്കിയോ, എന്റെ കൂടെ നിന്ന് മക്കള് ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഡിപെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
ആ ഇക്വേഷനിൽ എന്തൊക്കെയാ പറയുന്നത്? രണ്ട് കാര്യങ്ങളല്ലേ, ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ അല്ലേ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആരെയും ഡിപെൻഡ് ചെയ്തിട്ട് ഏത് സർഫസ് ആണെന്നുള്ളതല്ലേ. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ്സ്, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ്സ് സർഫസ് ഓഫ് ദി കോണ്ടാക്ട് കേട്ടോ. ഏത് സർഫസ് ആണ് ഡിപെൻഡ് ചെയ്യുന്നുള്ളത്, ഏത് സർഫസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് അതിന് ഡിപെൻഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം മക്കളെ, നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ്സ് നോർമൽ റിയാക്ഷൻ. നമ്മൾ ഇക്വേഷനിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, ഒന്ന് നോർമൽ റിയാക്ഷൻ ആണ്, ഒന്ന് ടൈപ്പ് ഓഫ് സർഫസ് ആണ്. അങ്ങനെയാണെങ്കിൽ the limiting value of static friction depends first one normal reaction. ഇതിന്റെ ഒന്നാമത്തെ ലോ, ഇതിന്റെ രണ്ടാമത്തെ ലോ അപ്പൊ എന്താ? രണ്ടാമത്തെ ലോ വേറെ ഒന്നുമില്ല, ടൈപ്പ് ഓഫ് സർഫസ്. ഏത് സർഫസിനെയാണോ ഡിപെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനെ ആര് ഡിപെൻഡ് ചെയ്യും മക്കളെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപെൻഡ് ചെയ്യും. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു, രണ്ടു ലോ ആയിട്ട് നമ്മൾ കേട്ട് എഴുതി വെച്ചോ. ദ ലോ ഓഫ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. The law of limiting value of static friction പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. Static friction depends coefficient of friction of the surface. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? The value of limiting value of static friction depends normal reaction അല്ലെങ്കിൽ weight mg. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഒരു കാര്യം കൂടി ആഡ് ചെയ്തു, ഇതിൽ ഏരിയനെ എന്ത് ചെയ്യുന്നില്ല, ഇക്വേഷനിൽ ഒന്നും പറയുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ does not depend area of surface. ക്ലിയർ ആണോ? ഏരിയ ഓഫ് കോണ്ടാക്ട് ഓഫ് ദി സർഫസ് ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ ഏരിയനെ ഡിപെൻഡ് ചെയ്യുന്നില്ല, ഡിപെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറിനെയാണ്, രണ്ട് കാര്യങ്ങളെയാണ്, ഒന്ന് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനും ഒന്ന് നോർമൽ റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ മക്കൾ വന്നേ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ലൈങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ. ഒരു ട്രെയിനിന്റെ ഫ്ലോറിൽ ഒരു ബോക്സ് ഉണ്ട്, അത് സ്റ്റേഷനറി ആയിട്ട് തന്നെ നിൽക്കണം. മുന്നോട്ട് നമുക്ക് എന്താ ബുദ്ധിമുട്ട്? പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളൂ, given that the coefficient of static friction between the box and the train's floor is 0.15. ക്ലിയർ? അപ്പോൾ സംഭവിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം. ഒരു ട്രെയിൻ ഉണ്ട്, ഇവിടെ ഒരു ട്രെയിനിന്റെ ബോഗി ഞാനിവിടെ വരയ്ക്കാം. ട്രെയിനിന്റെ ബോഗിയാണ് മക്കളെ. ഇവിടെ ഫ്ലോറിൽ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ട്രെയിനിന് ഒരു മൂവ്മെന്റ് ഉണ്ട്, ട്രെയിന് ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്. നമ്മൾ ഇങ്ങനെ എടുത്തു, ട്രെയിന് ഒരു ആക്സിലറേഷൻ ഉണ്ട് എ. ഓക്കെ ആണോ? ഈ ബോക്സിന് ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും? ഡ്യൂ ടു മൂവ്മെന്റ് ഓഫ് ഇനീഷ്യൽ റെസ്റ്റ് കാരണം ഈ ബോക്സിന് എങ്ങോട്ടായിരിക്കും ആക്സിലറേഷൻ ഉണ്ടാവുക? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ. ട്രെയിനിന് എങ്ങോട്ടായിരുന്നു ആക്സിലറേഷൻ ഉണ്ടായിരുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ബോക്സിന് എന്തുണ്ടാവും മക്കളെ? ആക്സിലറേഷൻ ഉണ്ടാവും അല്ലെ. ഡ്യൂ ടു എന്തായിരുന്നു, എന്ത് കാരണമാണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആയിരുന്നോ മോഷൻ ആയിരുന്നോ? ഇനേഷ്യ ഓഫ് റെസ്റ്റ് കേട്ടോ. ആ ഇനേഷ്യ ഓഫ് റെസ്റ്റ് കാരണം ട്രെയിനിന്റെ ആക്സിലറേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആർക്ക് ആക്സിലറേഷൻ ഉണ്ടാവും? ബോക്സിന് ആക്സിലറേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബോക്സിന് ഒരു മാസ് ഇല്ലേ, അപ്പൊ ഈ ബോക്സിന് കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? EF എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമുക്ക് കിട്ടും, അത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും അല്ലേ വരുന്നത്. നമ്മളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ബോക്സ് സ്റ്റേഷനറി ആയി നിൽക്കണം, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ബോക്സ് സ്റ്റേഷനറി ആയി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് എനിക്ക് റൈറ്റിലേക്ക് കിട്ടണ്ടേ? ആ ഫോഴ്സ് ആരായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ആ ഫോഴ്സ് കൊടുക്കുന്നത് സ്റ്റേഷനറി ഫ്രിക്ഷൻ അല്ലേ. സ്റ്റേഷനറി ഫ്രിക്ഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് മക്കളൊന്ന് കൺസിഡർ ചെയ്തേ. ഈ സ്റ്റേഷനറി ഫ്രിക്ഷനും നമ്മളുടെ എഫ് എന്ന് പറയുന്ന ഈ ആൻസറും എപ്പോഴാണോ മാക്സിമം ആവുന്നത്, എപ്പോഴാണോ ഈക്വൽ ആവുന്നത്, ആ കണ്ടീഷനിൽ ഈ ബോക്സ് എന്തായിരിക്കും മക്കളെ? റെസ്റ്റിൽ നിൽക്കും. ഒരു കണ്ടീഷൻ കൂടി ഞാൻ പറയാം, ഇവിടെ സ്റ്റേഷനറി ഫ്രിക്ഷൻ കൂടുതലോ അല്ലെങ്കിൽ ഈക്വൽ ആവണം. ആരുമായിട്ട് ഈക്വൽ ആവണം? ഇവിടെ കിട്ടുന്ന EF എന്ന് പറയുന്ന ഫോഴ്സിന് ഈക്വലോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആണെങ്കിൽ മാത്രമേ ഈ ബോക്സ് എന്താവുന്നുള്ളൂ? അവിടെ റെസ്റ്റിൽ നിൽക്കുള്ളൂ അല്ലെ. അങ്ങനെയാണ് ആ കണ്ടീഷൻ പ്രകാരം നമുക്കൊരു കേസ് കൊടുത്തു നോക്കിയാലോ? യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നമുക്കൊരു പേജും കൂടി ആഡ് ചെയ്യാം. ഓക്കെ ഫൈൻ. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? ആ ബോക്സ് ആ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ ഫ്ലോറിൽ റെസ്റ്റിൽ നിൽക്കണം. ആ ബോക്സിന് ഉണ്ടാവുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? പിറകിലെ, അതായത് നെഗറ്റീവ് ഡയറക്ഷൻ ആയിരുന്നു. ഞാനിപ്പോ വരച്ച ഡയറക്ഷനിലേക്കാണ്. അതിന്റെ ഇക്വേഷൻ F is equal to ma ആയിരുന്നു അല്ലെ. അതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ടെൻഡൻസി ലെഫ്റ്റിലേക്ക് പോകാനാണ്. അതിന് ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് റൈറ്റിലേക്ക് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ FS അല്ലെങ്കിൽ സ്റ്റേഷനറി ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആവുന്ന കേസാണ് മാക്സിമം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസ്. അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ എഴുതി നോക്കിയാലോ? FS is equal to F ആണ്.
എഫ് എസിന് നമ്മൾ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? മ്യൂ ഇൻറ്റു എം ഇൻറ്റു ജി ആണ്. മ്യൂ ഇൻറ്റു എൻ ആയിരുന്നു, മ്യൂ ഇൻറ്റു എം ജി നമുക്ക് കൊടുക്കാം. ഈ എഫ് എന്തായിരുന്നു മക്കളെ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ? ആ ബോക്സിൽ ഉണ്ടാവുന്ന മാസ് ഇൻറ്റു അതിന്റെ ആക്സിലറേഷൻ. ക്ലിയർ ആണോ? അതിന് കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ മാക്സിമം ആക്സിലറേഷൻ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഈ മാസും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ആക്കാം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ജി ആണ്. ഇവിടെ മ്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ജി എന്താ അവിടെ എഴുതാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ. ഓക്കെ, മ്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.15 ആണ്, ജി എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ മാക്സിമം എത്രയായിരിക്കും? 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ ഒരു ബോക്സ് നീങ്ങാതെ അവിടെ തന്നെ നിൽക്കണമെങ്കിൽ, റെസ്റ്റിലായി നിൽക്കണമെങ്കിൽ, സ്റ്റേഷനറി നിൽക്കണമെങ്കിൽ ആ ട്രെയിനിന് റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാവുന്ന മാക്സിമം ആക്സിലറേഷൻ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കണം കേട്ടോ. ആക്സിലറേഷൻ 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയാൽ മാത്രമാണ് ആ ബോക്സ് സ്റ്റേഷനറി ആവുള്ളൂ. അതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലോ ബോക്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ബോക്സ് മൂവ് ചെയ്യാതിരിക്കണമെങ്കിൽ, സ്റ്റേഷനറി നിൽക്കണമെങ്കിൽ ട്രെയിന് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം ആക്സിലറേഷൻ എത്രയാണ്? 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കോ. എ സൈക്ലിസ്റ്റ് സ്പീഡിംഗ് അറ്റ് 10 കിലോമീറ്റർ പെർ ഹവർ ആണ്. ആക്ച്വലി കിലോമീറ്റർ പെർ ഹവറിലാണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സുഖം 80 ആണ് കേട്ടോ. 80 അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റിൽ 18 കിലോമീറ്റർ പെർ ഹവർ ആണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ വായിച്ചാൽ മതി. എ സൈക്ലിസ്റ്റ് സ്പീഡിംഗ് അറ്റ് 18 കിലോമീറ്റർ പെർ ഹവർ, ഓക്കെ, ഓൺ എ ലെവൽ റോഡ്. അത് ബാങ്കിങ് ഓഫ് റോഡ് ഒന്നുമല്ല, ലെവൽ റോഡ് ആണ്. ടേക്സ് എ ഷാർപ്പ് ടേൺ വിത്തൗട്ട് റെഡ്യൂസിംഗ് ദ സ്പീഡ്. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സൈക്ലിസ്റ്റ് ഒരു ലെവൽ റോഡിലൂടെ വരികയാണ്. അദ്ദേഹത്തിന്റെ സ്പീഡ് 18 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഒരു സ്പീഡിൽ ചേഞ്ചും വരുത്താതെ, സ്പീഡിൽ യാതൊരുവിധ കുറവും വരുത്താതെ. നമുക്കറിയാം നമ്മളൊരു കർവൊക്കെ എങ്ങനെയാണ് ടേൺ ചെയ്യാറ്? നമ്മൾ തീർച്ചയായിട്ടും ടേൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്പീഡ് കുറയ്ക്കും അല്ലെ? പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര സ്പീഡിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്? 80 കിലോമീറ്റർ പെർ ഹവറിലാണ് വന്നിട്ടുള്ളത്. അതേ സ്പീഡിൽ തന്നെ ആ ടേൺ എടുക്കും ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആരാണ്? Centripetal force is provided by dash. Second question, derive an expression for safe speed of the cyclist at the turning. അപ്പൊ നമ്മളോട് ഒരു എക്സ്പ്രഷൻ പറഞ്ഞു സേഫ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള. മൂന്നാമത് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. നമുക്ക് നോക്കിയാലോ? സെറ്റ് അല്ലേ? നമുക്ക് അതിന്റെ കൂടെ ഒന്ന് വന്നേ, വേഗം സെറ്റ് ആക്കി അങ്ങ് പോടാം. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ നോക്കണം. നമ്മൾ രണ്ട് കേസിൽ നമുക്ക് ഇതിനെ കാണാം കേട്ടോ. ഫസ്റ്റ് കേസ് ഇത്രയേ ഉള്ളൂ. ഒരു ടേൺ ആണ്. ടേണിന്റെ സമയത്ത് ഇതൊരു സർക്കുലർ പാത്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാലോ. നമ്മളിപ്പോ ഒരു കല്ലിനെ നമ്മൾ കയർ കെട്ടി നമ്മൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കല്ല് ഒരു സർക്കുലർ പാത്തിലല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കല്ല് സർക്കുലർ പാത്തിൽ, ആ സ്റ്റോൺ സർക്കുലർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനു കൊടുത്തുകൊണ്ടിരിക്കണം മക്കളെ? കണ്ടിന്യൂസ് ആയിട്ട് സെൻട്രലിലെ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കണ്ടേ? ആ ഫോഴ്സ് നമ്മൾ എന്ത് പേര് പറഞ്ഞിരുന്നു? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തത് ആരാ? ഞാനാണ്. ഓക്കെ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഒരു കാറ്, എന്റെ ഒരു കയ്യിൽ ഒരു റെഡ് കാർ ഉണ്ട്. ഈ കാർ ഈ ഒരു കർവ് തിരിഞ്ഞ് ടേൺ ചെയ്ത് വരുന്ന സമയത്ത് ഇതിന് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരായിരിക്കും? അല്ല, ആരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? ഒരു ഡൗട്ടും വേണ്ട മക്കളെ. ഇവിടെ കാറിന്റെ കേസിലാണെങ്കിൽ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാറിന് പുറത്തേക്ക് തെറിച്ചു പോകാൻ ടെൻഡൻസി അല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ആ കാറിനെ പിടിച്ചു വെക്കുന്ന ആരാണ്? ഉള്ളിലേക്കുള്ള ഒരു ഫോഴ്സ് അല്ലേ? ആ ഫോഴ്സ് ആരായിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. ഫ്രിക്ഷൻ ഫോഴ്സ് ആയിരിക്കും. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് മക്കളെ? ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സെക്കൻഡ് കേസിലേക്ക് വരികയാണ്. ഇവിടെ കാർ അല്ല, ഒരു സൈക്ലിസ്റ്റ് ആണ്. സൈക്ലിസ്റ്റിന് ഈ കേസ് മക്കൾ ഈ ഡ്രോയിങ്ങിലേക്ക് ഒന്ന് നോക്കിക്കേ. സൈക്ലിസ്റ്റിന്റെ കേസ് മക്കൾ നോക്കാം. അതിന് മുൻപായിട്ട് ഞാൻ ഒരു കുഞ്ഞു കാര്യം കൂടി പറയാം. ഇവിടെ നമ്മളൊരു ഫ്ലോറിൽ നമ്മളൊരു ബോഡി വെച്ചിട്ടുണ്ട്. ഒരു എം മാസുള്ള ഒരു ബോഡി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ വെയിറ്റ് എങ്ങോട്ട് ഫീൽ ചെയ്യണം? mg താഴേക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ മുകളിലേക്ക് ഫീൽ ചെയ്യലോ. അതിന് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. സെറ്റാണ്, അടിപൊളിയാണ്. ഇവിടെ മക്കൾ നോക്കിയോ, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്ന സൈക്കിളും ആ വ്യക്തിയും കൂടി ചേർന്നാണല്ലോ. അപ്പൊ വെയിറ്റ് നമ്മൾ ആസ് യൂഷ്വൽ എങ്ങോട്ട് വരുന്നുണ്ട് മക്കളെ? നേരെ താഴേക്ക് വരുന്നുണ്ട് അല്ലെ? കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിക്കോ, ഈ നോർമൽ നമ്മൾ സർഫസിനെ 90 ഡിഗ്രിയിലല്ലേ വരയ്ക്കുന്നത്. അങ്ങനെ ആവുമ്പോ എന്ത് സംഭവിക്കടാ? നമ്മളെ നോർമൽ റിയാക്ഷൻ നേരെ മുകളിലേക്കല്ലേ വരിക? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. നോർമൽ റിയാക്ഷൻ എങ്ങോട്ട് വന്നു? നേരെ മുകളിലേക്കല്ലേ വരുന്നത്.
അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ ഫോഴ്സിന് നമ്മൾ ഇതുവരെ n എന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിന് നമ്മൾ ഇപ്പൊ എന്താ കൊടുക്കുന്നത്? ഫിഗറിൽ നമ്മൾ r എന്നാണ് കൊടുക്കുന്നത്. സോ നമ്മളവിടെ r എന്ന് തന്നെ പറയാം. r ഉം n ഒക്കെ ഈക്വൽ ആണ്. യാതൊരുവിധ കൺഫ്യൂഷനും ആവേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയടാ? ഒരു റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് വന്നല്ലോ. ക്ലിയർ? ഇനി മക്കൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, നമുക്കിവിടെ ഒരു ആംഗിളിലാണ് അല്ലെ നമ്മൾ ഇങ്ങനെ ചെരിക്കുന്നത്. എന്നങ്ങനെ ചെരിഞ്ഞിരിക്കാൻ കാരണം നമ്മൾ തന്നെ ബൈക്കോ സൈക്കിളോ ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്പീഡ് ഓവർ കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ബൈക്കൊക്കെ ചിരിക്കാറുണ്ട്, അല്ലെ സൈക്കിളൊക്കെ ഒന്ന് ചിരിക്കാറുണ്ട് അല്ലെ? ആ കേസ് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഒരു തീറ്റ ആംഗിളില് ഈ പുള്ളി അങ്ങോട്ട് ചിരിച്ചു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ട് കോമ്പണന്റ് ആക്കി ഞാൻ മാറ്റാടോ. ഒരു കോമ്പണന്റ് ഇങ്ങോട്ടും ഒരു കോമ്പണന്റ് ഇങ്ങോട്ടും ഉണ്ടാവും അല്ലെ? ഇവിടെ അല്ലേ നമുക്ക് തീറ്റ വരിക. ഇതിനെ നമുക്ക് എന്ത് പേര് പറയാം? ആർ കോസ് തീറ്റ എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്ത് പേര് പറയാം? ആർ സൈൻ തീറ്റ എന്ന് പറയാം. സെറ്റ് ആണോ മക്കൾക്ക്? തീറ്റന്റെ നിയറസ്റ്റ് സൈഡ് എന്ത് വരും? കോസ് തീറ്റ വരും. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡോ സൈൻ തീറ്റ വരും. അങ്ങനെയാണെങ്കിൽ ഇനി ഫോഴ്സ് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാലോ? മക്കളൊന്ന് നോക്കിക്കോ. ഫോഴ്സ് ഇക്വേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആർ കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ആരാ വരുന്നത്? എം ജി. ഇവിടെ ആർ സൈൻ തീറ്റ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ആർ സൈൻ തീറ്റ ആണ്. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ മക്കൾക്ക്? യെസ്, ഗുഡ്. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് നോക്കിക്കോ. നമ്മളെ ക്വസ്റ്റിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം കേട്ടോ. ക്വസ്റ്റിലേക്ക് നമുക്ക് വീണ്ടും വരാം. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ആർ സൈൻ തീറ്റ ആണ് സൈക്ലിസ്റ്റിന്റെ കേസിൽ വരുന്നത്. അതല്ലാത്ത കാറൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സേഫ് സ്പീഡ് ഓഫ് ദി സൈക്ലിസ്റ്റ് അറ്റ് ദി ടേണിംഗ്. അപ്പൊ നമുക്കൊരു സേഫ് ആയിട്ടുള്ള സ്പീഡ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ടേൺ ചെയ്യുന്ന സമയത്തുള്ള സേഫ് സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? എങ്ങനെ കണ്ടുപിടിക്കും? പറ. സെറ്റ് ആക്കി നമ്മൾ മുന്നോട്ട് പോവാണേ. ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ സെറ്റ് ആയിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഫസ്റ്റ് വൺ. ഞാൻ ഈ ഇക്വേഷൻസിൽ ഈ കിട്ടിയിട്ടുള്ള വെക്ടേഴ്സിനൊക്കെ നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. മക്കൾ നോക്കിക്കോ. വേറെ ഒരു കേസിലേക്കും മക്കൾ പോവണ്ട. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതല്ല നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാണ് കൊടുക്കുന്നത്? എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത് മക്കളെ? ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത് ആർ സൈൻ തീറ്റ അല്ലേ? ഇതൊരു ബാലൻസ് കേസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കൂടാ? എം ജി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും മക്കളെ? എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ കോസ് തീറ്റ അല്ലേ? ഇതിലെ ആറും ആറ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വന്നു. അതിന് നമുക്കറിയാം ടാൻ തീറ്റ ആണ്. ഈ എമ്മും ക്യാൻസൽ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആൻസർ എന്ത് വരും മക്കളെ? ബി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ? സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരെയും നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? മാക്സിമം വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടേ? സേഫ് വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടേ? അങ്ങനെയാണ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? ആർ ജി ടാൻ തീറ്റ വന്നു. ബി ഇസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് ആർ ജി ടാൻ തീറ്റ വന്നു. സെറ്റ്. കൺഫ്യൂഷൻസ് ഒന്നുമില്ലടാ. നമ്മൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയതാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലാണ് if the coefficient of friction between the tire and the road is 0.10. Okay, fine. 0.1 ആണ്. Will the cyclist slip while taking the turn? നമ്മളോട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഇവിടെ സേഫ് ആയിട്ടുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. If the coefficient of friction between the tire and the road, coefficient of മ്യൂന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ടയറിന്റെയും റോഡിന്റെയും മ്യൂന്റെ വാല്യൂ 0.10 ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. ഈ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി സ്ലിപ്പ് ആവുമോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സേഫ് ആയിട്ടുള്ള വെലോസിറ്റി അല്ലേ ഞാൻ ആദ്യം കണ്ടുപിടിക്കേണ്ടേ? ആ സേഫ് ആയിട്ടുള്ള വെലോസിറ്റിയെക്കാളും കൂടുതൽ സ്പീഡിലാണ് പുള്ളി വന്നതെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും വീഴും. സേഫ് ആയിട്ടുള്ള വെലോസിറ്റിനേക്കാളും കുറവിലാണ് വന്നതെങ്കിലോ ഒരു കംപ്ലൈന്റും ഇല്ല, പുള്ളിയെ കൈ രക്ഷപ്പെട്ടു പോയിക്കോളും, ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് നമുക്ക് ആദ്യം ഇവിടെ എന്ത് കണ്ടുപിടിക്കാം മക്കളെ? സേഫ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി കണ്ടുപിടിക്കാലോ. വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? റൂട്ട് ആർ ജി ടാൻ തീറ്റ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്തില്ല? ആംഗിളും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കടാ? വി ഇസ് ഈക്വൽ ടു റൂട്ട് മ്യൂ ഇൻറ്റു ആർ ഇൻറ്റു ജി ഉപയോഗിക്കാം. ഇതും സേഫ് വെലോസിറ്റിന്റെ ഇക്വേഷൻ തന്നെയാണ്. ബാക്കിംഗ് ഓഫ് റോഡ് ഇല്ലാത്ത കേസിൽ ഓക്കെ ആണോ മക്കൾക്ക്? അങ്ങനെയാണ് വി ഇസ് ഈക്വൽ ടു എന്ത് വരും? 0.10. ആർ എത്രയായിരുന്നു മക്കളെ? 3 ആയിരുന്നു അല്ലെ? ജി എത്രയായിരുന്നു? 10 എടുക്കാം നമുക്ക്, അല്ലെ 9.8 എടുക്കാം. 10 എടുക്കുന്നതിനെ കൊണ്ട് ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 10 എന്തായി പോകും? 1 ആയി പോകും. റൂട്ട് 3 വരും. അങ്ങനെയാണ് വി ഇസ് ഈക്വൽ ടു എന്ത് വരും? 1.73 മീറ്റർ പെർ
സെക്കൻഡ് വരും. അങ്ങനെയാണെങ്കിൽ ആ ടേണിന്റെ മാക്സിമം സേഫ് ആയുള്ള വെലോസിറ്റി എത്ര മാത്രമാണ്? 1.73 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിലും കൂടുതൽ സ്പീഡിലാണ് ഒരു വ്യക്തി അതിലൂടെ വാഹനമായിട്ട് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? സ്ലിപ്പ് ആവും. അതിലും കുറവാണെങ്കിലോ ഓക്കെയാണ്. ഇവിടെ ആ പുള്ളി വന്നിരിക്കുന്ന സ്പീഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. എത്രയാ വന്നിരിക്കുന്ന സ്പീഡ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 80 കിലോമീറ്റർ പെർ ഹവർ ആയിരുന്നു. അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കിയ സമയത്ത് എത്രയായിട്ട് മാറി? 5 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി. അങ്ങനെ 5 മീറ്റർ പെർ സെക്കൻഡിൽ വന്നാൽ നമുക്ക് ഉറപ്പിച്ച് പറയാലോ അവിടുത്തെ സേഫ് വെലോസിറ്റി എത്രയായിരുന്നു? 1.73 ആണ്. പുള്ളി വന്ന സ്പീഡ് എത്രയാ? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, പുള്ളി വീഴും, പുള്ളി സ്ലിപ്പ് ആവും. അതാണ് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ പ്ലീസ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരാം. നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ബാങ്കിങ് ഓഫ് റോഡ്? ബാങ്കിങ് ഓഫ് റോഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് ഓഫ് റോഡിന്റെ കോൺസെപ്റ്റിലേക്ക് വരാം. ഇത് മൂന്നും കൂടി ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ഒരു ഡെറിവേഷൻ പറയാൻ പറ്റും. ആ ഡെറിവേഷനിലേക്കാണ് ഞാൻ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. അതിനു മുൻപ് ബാങ്കിങ് ഓഫ് റോഡ് എന്താണ്, എന്തിനാണ് ബാങ്കിങ് ഓഫ് റോഡ്? നമ്മൾ പറഞ്ഞിരുന്നു ഒരു സാധാ കർവുള്ള സമയത്ത്, സാധാ കർവാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇതൊരു വാഹനമാണ്, ഒരു വെഹിക്കിൾ, ഒരു ലോറി, കാർ, വാട്ടർ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കാറാണെന്ന് വിചാരിച്ചു മക്കൾ. ഈ കാറ് കർവ് എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് നോർമൽ ആയിട്ടുള്ള വെലോസിറ്റി, സേഫ് ആയിട്ടുള്ള വെലോസിറ്റി എത്രയായിരുന്നടാ? മ്യൂ ഇൻറ്റു ആർ ഇൻറ്റു ജി ആണല്ലോ. ഓക്കെ ആണല്ലോ. ഇവിടെ എന്തൊക്കെയായിരിക്കും ആ സേഫ് ആയിട്ടുള്ള വെലോസിറ്റി ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അറിയാം മക്കൾക്ക്? എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആറ് ഡിപെൻഡ് ചെയ്യും, തീർച്ചയായിട്ടും ഡിപെൻഡ് ചെയ്യും അല്ലെ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ ഒരു റേഡിയസ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ഒരു റേഡിയസിൽ ഒരു കർവ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ, ആ റേഡിയസ് നമുക്ക് മാറ്റാൻ കഴിയോ? ഇല്ല. അപ്പൊ ആറ് ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. കാര്യം അതൊരു കോൺസ്റ്റന്റ് ആണ്. ജിയോ അതും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫസ്റ്റ് വെലോസിറ്റി, സേഫ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി, ഒരു ടേൺ എടുക്കുന്ന സമയത്ത് നമ്മൾ സേഫ് ആയിട്ടുള്ള വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതായിരിക്കും മക്കളെ? മ്യൂ മാത്രമായിരിക്കും അല്ലെ? മ്യൂ മാത്രമല്ലേ? മ്യൂ കൂടുകയാണെങ്കിൽ സേഫസ്റ്റ് വെലോസിറ്റിയും കൂടും, മ്യൂ കുറയാണെങ്കിലോ സേഫസ്റ്റ് വെലോസിറ്റിയും കുറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ രാവിലെ നിങ്ങളൊരു കർവ് ടേൺ എടുത്ത് പോവാണ്, വീടിന് തൊട്ടടുത്തുള്ള ഒരു ടേൺ എടുത്ത് പോവാണ്. ഓക്കെ, ഇനി ഈവനിങ് തിരിച്ചു വരുന്നു. ഈവനിങ് നിങ്ങൾ ബൈക്കിൽ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഈവനിങ് തിരിച്ചു വരുന്ന സമയത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. കൂടാതെ തൊട്ട് മുൻപിൽ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു വാഹനത്തിൽ കുറച്ച് എഞ്ചിൻ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിലോ എഞ്ചിൻ ഓയിലോ വാട്ടർ എന്തോ ആയിക്കോട്ടെ നമ്മളെ റോഡിൽ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്, പരന്ന് കിടക്കുന്നുണ്ട്. എന്താ സംഭവിക്കുക മക്കളെ? തീർച്ചയായിട്ടും നമ്മളെ റോഡിന്റെ സർഫസ് എന്തായി? സ്മൂത്ത് ആയില്ലേ? അങ്ങനെ സ്മൂത്ത് ആയാൽ നമ്മളെ മ്യൂന്റെ വാല്യൂ എന്താവും? മ്യൂന്റെ വാല്യൂ കുറഞ്ഞു അല്ലെ? അങ്ങനെ മ്യൂന്റെ വാല്യൂ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ നിങ്ങളുടെ സേഫസ്റ്റ് വെലോസിറ്റിയും കുറയും. അപ്പൊ അതൊരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണോ? തീർച്ചയായിട്ടും അല്ല. ഒരു റിലയബിൾ ആയിട്ടുള്ള ഫാക്ടറും അല്ല ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡൗട്ടും വേണ്ട. ഇനിയിപ്പോ മ്യൂ ഇനി നേരെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മൾ അതിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ സേഫ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി നമുക്ക് വേണം. അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സിസ്റ്റം നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവന്നാണ് മക്കളെ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന അടിപൊളി കോൺസെപ്റ്റ്. എങ്കിൽ നമുക്ക് ബാങ്കിങ് ഓഫ് റോഡിലേക്ക് പോയാലോ? സെറ്റ് ആണോ മക്കള്? ഓക്കെ ഫൈൻ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് ഓഫ് റോഡിന്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നോക്കാം അല്ലെ? മക്കൾ ആ ഡെറിവേഷനിലേക്ക് ഒന്ന് വന്നേ. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷനുകൾ ഒന്നാണ് അല്ലെ? ഇവിടെ മക്കൾ നോക്കിയോ, നമ്മൾ സാധാരണ ഒരു നോർമൽ റോഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാറുള്ളത് അറിയോ മക്കൾക്ക്? നോർമൽ റോഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കും അല്ലെ? പക്ഷെ ബാങ്കിങ് ഓഫ് റോഡ് ആണെങ്കിൽ എന്താണ്? ഔട്ടർ എഡ്ജ് കുറച്ച് റൈസ് ചെയ്ത് നിൽക്കും, ഒരു തീറ്റ ആംഗിൾ ഇങ്ങനെ റൈസ് ചെയ്ത് നിൽക്കും അല്ലെ? ഇന്നർ എഡ്ജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്ട്രക്ചറാണ് ഞാൻ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഈ ഒരു വെഹിക്കിൾ വന്ന് നിൽക്കുന്ന ഈ ഒരു രീതിയിലായിരിക്കും അല്ലെ? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വരച്ചു നോക്കാം. നമുക്ക് ഈ ഫിഗർ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഫിഗർ ഒന്ന് വരയ്ക്കാമല്ലോ? സെറ്റ് ആണല്ലോ? മകൾ നോക്കിയോന്നാലും നമ്മൾ വരയ്ക്കാൻ പോവാണേ. അതിന് മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം. മകള് ഫിഗറിലേക്ക് നോക്കിക്കോ. നമ്മൾ ഇവിടെ ഇന്നർ എഡ്ജ് കുറച്ച് താഴ്ത്തിയിട്ടും ഔട്ടർ എഡ്ജ് കുറച്ച് പൊന്തിയിട്ടും നിൽക്കും അല്ലെ? നമ്മൾ അങ്ങനെ ഒരു ലൈൻ വരച്ചു, ഈ ഒരു സ്ട്രക്ചർ വരച്ചു. ഇതൊക്കെ ഓക്കെയാണ്, നമുക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മകളൊന്ന് പറ, ഇത് എത്രയായിരിക്കൂടാ? ഇത് തീറ്റ ആയിരിക്കും. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, അതൊക്കെ ഓക്കെയാണ് സാറേ, ഒരു കൺഫ്യൂഷനും ഇല്ല. എങ്കിലും മക്കൾ വന്നേ. അങ്ങനെയാണെങ്കിൽ ഇതിന് മുകളിലേക്ക് നമ്മൾ എന്ത് വരയ്ക്കുന്നുണ്ടാ? ഒരു
കാർ വരയ്ക്കുന്നുണ്ട് അല്ലെ. നമ്മളൊരു കാർ വരച്ചു, അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇനി മക്കൾ നോക്കിയോ, എന്തൊക്കെ ടൈപ്പ് ഫോഴ്സ് ആയിരിക്കും ഇതിലേക്ക് ആക്ട് ചെയ്യുന്നത്? 3 ടൈപ്പ് ഫോഴ്സ് ഉണ്ടാവൂടാ. ആ 3 ടൈപ്പ് ഫോഴ്സ് നമ്മളൊന്ന് പറയാൻ പോവാണ്. ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന 3 ടൈപ്പ് ഫോഴ്സുകൾ, ഒന്നതിന്റെ വെയിറ്റ് ആയിരിക്കും എം ജി. എങ്ങോട്ടായിരിക്കും എം ജി ആക്ട് ചെയ്യുന്നുണ്ടാവുക? നേരെ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എം ജി ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? എം ജി ആക്ട് ചെയ്യുന്നത്, നമ്മൾ ഇവിടുന്ന് നേരെ സെന്ററിലേക്ക് ഒരു പോയിന്റ് വരയ്ക്കുന്നു. ഇവിടേക്കായിരിക്കും മക്കളെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ടാവുക? എം ജി ആക്ട് ചെയ്യുന്നുണ്ടാവുക. റെഡി ആണോ? ഓക്കെ, ആ ഫിഗർ ഓക്കെ. അപ്പം ഫിഗർ വരട്ടെ. ഓക്കെ ഫൈൻ. എം ജി നേരെ താഴേക്ക് ആക്ട് ചെയ്തു. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ക്ലിയർ ആണല്ലോ? എം ജി താഴേക്ക് ആക്ട് ചെയ്തു കേട്ടോ. എം ജി നമുക്ക് നേരെ താഴേക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എം ജി നേരെ താഴേക്ക് ഫീൽ ചെയ്തു. സെറ്റ് ആണേ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണോ മക്കളൊന്ന് പറ, ഇതിന്റെ നോർമൽ എങ്ങോട്ട് വരടാ? നോർമൽ എന്ന് പറയുന്നത് സർഫസിന് നോർമൽ ആയിട്ടിലേക്ക് കിടക്കുന്നേ. അങ്ങനെയാണെങ്കിൽ സർഫസിന് നോർമൽ ആയിട്ടുള്ള ലൈൻ എങ്ങോട്ട് വരും? മക്കൾ നോക്കിക്കോ, സർഫസിന് നോർമൽ ആയിട്ടുള്ള ഒരു ലൈന് നമ്മൾ എങ്ങോട്ട് വരച്ചു? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നേരെ മുകളിലേക്ക് വരച്ചു. ഓക്കെ ആണോ മക്കൾക്ക്? വരുന്നുണ്ടോ നോക്കട്ടെ. ഇല്ല, ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വരയ്ക്കാം കേട്ടോ. അടിപൊളിയാക്കി സ്ട്രെയിറ്റ് ആക്കി അങ്ങോട്ട് വരയ്ക്കാം, എന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആവും. ഓക്കെ ആണോ? ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ഓറഞ്ച് കളറിൽ നമ്മൾ സൂചിപ്പിക്കുന്ന എന്താണ് മക്കളെ? ഇതിന്റെ നോർമൽ അല്ലേ? ആ ഓറഞ്ച് കളറിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? നോർമൽ ആണ്. യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല. സെറ്റ് ആണേ? ഓക്കെ ആണ്, അടിപൊളി. നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അല്ലെ? റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ കാറിന്, ആ റെഡ് കളർ ഉള്ള കാറിന് എങ്ങോട്ട് തെറിച്ചു പോകാൻ ടെൻഡൻസി ആണത്? ഇതിന് പുറത്തേക്ക് തെറിച്ചു പോകാൻ ടെൻഡൻസി അല്ലേ? ഇങ്ങോട്ട് പുറത്തേക്ക് തെറിച്ചു പോകാൻ ടെൻഡൻസി അല്ലേ ഉള്ളത്? അങ്ങനെയാണ് ഇതിന്റെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇതിന്റെ ഉള്ളിലേക്ക് ആവണ്ടേ? തീർച്ചയായിട്ടും ആവണം സാറേ, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ എങ്ങോട്ടായിരിക്കും മക്കളെ ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് വരയ്ക്കുന്നുണ്ടാവുക? ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ട് വരയ്ക്കടാ? ഫ്രിക്ഷണൽ ഫോഴ്സ് മക്കൾ നോക്കിക്കോ, ഞാനിത് ഉള്ളിലേക്കാണ് വരയ്ക്കുന്നത്. സെറ്റ് ആണോ മക്കൾക്ക്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാനിത് ഉള്ളിലേക്ക് വരച്ചു കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇത് പുറത്തേക്ക് തെറിച്ചു പോകാൻ ടെൻഡൻസി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ എങ്ങോട്ട് വരച്ചു മക്കളെ? ഉള്ളിലേക്ക് വരച്ചു. ഓക്കെ ആണോ മക്കൾക്ക്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഞാൻ ഉള്ളിലേക്ക് വരച്ചു. ആകെ ഒരു ദീപാവലി മിഠായി പോലെ ഉണ്ട് അല്ലെ? ഫിഗർ നോക്കുന്ന സമയത്ത് കുറച്ചൊക്കെ അങ്ങനെയൊക്കെ വേണ്ടോ? രസമാണ് നമുക്ക്. അപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ എങ്ങോട്ട് വരച്ചു മക്കളെ? ഉള്ളിലേക്ക് വരച്ചു. സെറ്റ് ആണേ, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഇനി മ്യൂ 0 ആയി പോകുന്ന ഒരു കേസ് വരാന്ന് വിചാരിക്കാം, അല്ലെ മ്യൂ വളരെ കുറഞ്ഞു പോകുന്ന ഒരു കേസ് വരാന്ന് വിചാരിക്കാം. ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വീണു, റെയിൻ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് മ്യൂ വളരെ കുറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ ബാങ്കിങ് ഓഫ് റോഡിന് കഴിയൂ. ആ മ്യൂ 0 ആയി പോയി കഴിഞ്ഞാലും എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കിങ് ഓഫ് റോഡിന് കഴിയൂ. അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള വെലോസിറ്റിന്റെ വാല്യൂ എത്രയാണ്? ആ കാര്യമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ കാര്യം നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് എല്ലാ ഫോഴ്സുകളും എനിക്ക് എന്തിലല്ല? ഒരു ലൈനിലല്ല. സോ അത് ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? നമ്മൾ കോമ്പണന്റ് ആക്കി മാറ്റില്ലേ? എങ്ങനെയാണ് നമ്മൾ കമ്പണൻസ് ആക്കി മാറ്റാം മക്കളെ? എങ്ങനെയാണ് നമ്മൾ കമ്പണൻസ് ആക്കി മാറ്റാം? തീർച്ചയായിട്ടും ഇതിനെ 2 കോമ്പണന്റ് ആക്കി മാറ്റി. മക്കൾ നോക്കിയോ, 2 കോമ്പണന്റ് ആക്കി മാറ്റി. ഒരു ലൈൻ ഇങ്ങോട്ട് വന്നു. സെറ്റ് ആണോ? വേണ്ടിട്ടോ ഞാൻ ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ഒരു ലൈൻ ഞാൻ എനിക്ക് ഇങ്ങോട്ട് വന്നു. ഒരു ലൈന് ഞാൻ എന്ത് ചെയ്തു മക്കളെ? ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് വരച്ചു. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണോ മക്കൾ നോക്കിക്കോ. ഈ കേസിൽ എനിക്ക് 2 കോമ്പണന്റ് ആക്കി മാറ്റാൻ പറ്റി. എന്നിനെ അതിൽ ഒന്ന് എൻ കോസ് തീറ്റ ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും? എൻ സൈൻ തീറ്റ ആയിരിക്കും. തീറ്റയുടെ നിയറസ്റ്റ് സൈഡ് ഏതായിരിക്കും? എൻ കോസ് തീറ്റ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? എൻ സൈൻ തീറ്റ ആയിരിക്കും. അതൊക്കെ മക്കൾക്ക് അറിയാം, അതൊന്നും കൺഫ്യൂഷൻസ് ഉള്ള കേസേ അല്ല. നമ്മൾ ഇനി നോക്കുന്ന കാര്യം മക്കൾ നോക്കിക്കോ. യെസ് ഫൈൻ. ഇനി നമ്മളിവിടെ നമുക്കൊരു കേസും കൂടി ഉണ്ട്. നമുക്ക് തീറ്റ എവിടെയാന്ന് കണ്ടുപിടിക്കണം അല്ലെ? തീറ്റ എവിടെയാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മക്കൾ നോക്കിക്കോ. നമുക്ക് ഈ ഒരു ആംഗിൾ മക്കൾ ശ്രദ്ധിച്ചേ, ഈ ഒരു ആംഗിളില് നമുക്ക് ഇവിടെ വരുന്ന ചിത്രം നോക്കിയാൽ മക്കള് ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണ്, ഇത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ഒരു കൺഫ്യൂഷനും ഇല്ല, 90 മൈനസ് തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? ഈ കുഞ്ഞാംഗിള് അത് തീറ്റയല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അതായത് നോർമലും സർഫസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും മക്കളെ? 90 മൈനസ് തീറ്റ ആയിരിക്കും. ഇനി നോക്കിയാൽ മക്കള് ഈ നോർമലിനെ 2 കോമ്പണന്റ് ആക്കി നമ്മൾ മാറ്റിയില്ലേ? ആ ആംഗിൾ എത്ര ടോട്ടൽ വരുന്നത്? ഇത് മൊത്തം 90 ഡിഗ്രി അല്ലേ വരിക? ഈ 2 ആക്കി മാറ്റിയ 2 യെല്ലോ ലൈന്റെ ഗ്യാപ്പ് എത്രയായിരിക്കും വരിക? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ താഴെ 90 മൈനസ് തീറ്റ ആണെങ്കിൽ, ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇതിന് മുകളിലുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? തീറ്റ ആയിരിക്കും. ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ, എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ n is equal to നമ്മൾ ഇതിന് എന്ത് പേര് പറയൂടാ? n cos തീറ്റ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും മക്കളെ?
എൻ സൈൻ തീറ്റ. ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാ പറഞ്ഞു പോകുന്നത്. ടോപ്പിൽ എൻ കോസ് തീറ്റ വന്നു, വെർട്ടിക്കൽ ആയിട്ട് വരുന്നത് എൻ കോസ് തീറ്റ ആണ്, ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്നത് എൻ സൈൻ തീറ്റ ആണ് അല്ലെ. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ കോമ്പണന്റ് ആക്കി മാറ്റാൻ പോകുന്നത് എഫിനെയാണ് കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ രണ്ട് കോമ്പണന്റ് ആക്കി മാറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻ നമുക്ക് നേരെ താഴേക്ക് വന്നു, ഒരു ലൈൻ നമുക്ക് നേരെ താഴേക്ക് വന്നു. ഞാൻ അതൊന്ന് വരയ്ക്കാം കേട്ടോ. ഓക്കെ ഫൈൻ. ഒരു ലൈൻ നേരെ താഴേക്ക് വന്നു, എംജിന്റെ കൂടെ വരും. ഒരു ലൈൻ എങ്ങനെ വരും മക്കളെ? ഈ ഓറഞ്ച് ലൈനിൽ വരില്ലേ? സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ വന്നു, ഒരു ലൈൻ ഇങ്ങനെ വന്നു. ക്ലിയർ? സെറ്റാണ് സെറ്റാണ് സെറ്റാണ്. ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. പിടിച്ചു പോകാം നമുക്ക്. ഓക്കെ മക്കൾ നോക്കിക്കോ, അതിലെ എഫ് തീറ്റ എവിടെയാ വരുന്നത്? എഫ് എന്ന് പറയുന്ന വെക്ടറിന്റെ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണോ വരുന്നത്? ടോപ്പിലല്ലേ വരുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിലുള്ള ഈ ലൈൻ, ബ്ലൂ ലൈൻ നമ്മൾ എന്ത് പേര് കൊടുക്കണം? എഫ് കോസ് തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ താഴേക്ക് വന്നിരിക്കുന്ന ഇതിന് എന്ത് കൊടുക്കാം മക്കളെ? എഫ് സൈൻ തീറ്റ എന്ന് പറയാം. എളുപ്പമാണ്, യാതൊരു കൺഫ്യൂഷൻ കേട്ടോ. സെറ്റ് ആണ് ഫിഗർ, വേറെ ഒന്നുമില്ല. ഫിഗർ വേണം നമുക്ക് വീണ്ടും വരയ്ക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ വരച്ചിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ റെഡ് ലൈനിൽ, റെഡിലും മക്കൾക്ക് എന്ത് കാണാൻ കഴിയും? ഒരു കാറ് കാണാൻ കഴിയും. ഓറഞ്ച് കളറിൽ നമ്മൾ നോർമൽ വരച്ചു, അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. തീറ്റനെ അടിസ്ഥാനമാക്കിയിട്ട് എൻ കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും. അങ്ങനെയാണെങ്കിൽ ഇതിന് പുറത്തേക്ക് തിരിച്ചുള്ള ടെൻഡൻസി അല്ലേ ഉള്ളത്? അതുകൊണ്ട് ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും. സോ ഫ്രിക്ഷൻ ഫോഴ്സ് ഞാൻ താഴേക്ക് വരച്ചു. ഫ്രിക്ഷൻ ഫോഴ്സിനെ രണ്ട് കോമ്പണന്റ് ആക്കി മാറ്റി. തീറ്റന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് എഫ് കോസ് തീറ്റ ആക്കി മാറ്റി, അത് എൻ സൈൻ തീറ്റന്റെ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. തൊട്ട് താഴെ വെർട്ടിക്കൽ കോമ്പണന്റ് ആക്കിയിട്ട് എഫ് സൈൻ തീറ്റ ആയിട്ട് മാറ്റി. എഫ് സൈൻ തീറ്റ എം ജിന്റെ കൂടെയാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇനി ഈ ഫോഴ്സിനെയൊക്കെ കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കിയാലോ? ഇക്വേറ്റ് ചെയ്ത് നോക്കാം സാറേ, ഒരു കൺഫ്യൂഷനും വേണ്ട. മക്കൾ പോരും, നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വരിക മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് കേസ് മക്കൾ നോക്കിക്കോ. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് മക്കൾ ഉദ്ദേശിക്കുന്നത്? സെന്ററിലേക്കല്ലേ ഫോഴ്സ് കിട്ടുന്നത്? സെന്ററിലേക്ക് ഫോഴ്സ് കിട്ടുന്ന ആരായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? മക്കൾ നോക്കിക്കോ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? ഈ ഒരു കോമ്പണന്റ് അല്ലേ? മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓറഞ്ചും ആ ബ്ലൂ കളറും കൂടി ചേർന്ന കോമ്പണന്റ് അല്ലേ അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? അങ്ങനെയാണെന്ന് നമുക്ക് പറയാലോ. എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ഫോഴ്സുകൾ കൂടി ചേർന്നിട്ടാണ്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് എൻ സൈൻ തീറ്റയാണ് സാറേ, രണ്ടാമത്തെ എന്തായിരുന്നു മോനെ? എഫ് കോസ് തീറ്റയാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല, നമ്മൾ അടിപൊളി ചെയ്ത് പോട്ടോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് മക്കൾ എടുത്തോ. ഇവിടെ എൻ കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ആരൊക്കെ ഉണ്ട് മക്കളെ? താഴേക്ക് എം ജി ഉണ്ടായിരുന്നു. താഴേക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു? എം ജി ഉണ്ടായിരുന്നു. എഫ് സൈൻ തീറ്റ ഉണ്ടായിരുന്നല്ലോ. എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ചേരുമ്പോഴാണ് എന്താവുന്ന മക്കളെ? എൻ കോസ് തീറ്റ ആവുന്നത്. അങ്ങനെയാണ് മക്കളൊന്ന് പറ. എം ജി ഇസ് ഈക്വൽ ടു, എനിക്ക് എന്ത് പറയാമോ? എഫ് സൈൻ തീറ്റ എനിക്ക് റൈറ്റിലേക്ക് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ എന്ന് പറയാലോ. ക്ലിയർ ആണ്? അങ്ങനെയാണ്, യാതൊരു കൺഫ്യൂഷനും ഇല്ല. എം ജി ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇത് എന്റെ ഇക്വേഷൻ നമ്പർ 1 ആണ്. ഞാൻ വേറെ കളർ കൊടുക്കണോ? അടിപൊളിയാക്കാം അല്ലെ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ഒന്ന് മക്കൾ ചെയ്ത് നോക്കിക്കേ. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്ത് നോക്കിക്കോ മക്കള്. എന്താ വരിക? എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ഇക്വേഷൻ നമ്പർ 1ന്റെ ആർ എച്ച് എസ് ആണ്. ഇനി ഇക്വേഷൻ നമ്പർ 2ന്റെ ആർ എച്ച് എസ് എന്ന് എടുത്തേ മക്കള്. എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എമ്മും ക്യാൻസൽ ആയി പോവല്ലോ. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ആ രണ്ട് എം ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മക്കൾ വന്നേ. നമ്മളെ എൽ എച്ച് എസ് എന്തായിരിക്കും? വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ? എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ അല്ലേ വരിക? സെറ്റ് ആണ്, യാതൊരു കൺഫ്യൂഷൻ കേട്ടോ. നമ്മൾ അടിപൊളിയാക്കി മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണെന്ന് നോക്കിയോ. വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ അല്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യം എനിക്ക് ആവശ്യമുള്ള ഇക്വേഷനിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആർ എച്ച് എസിന്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഞാൻ എൻ കോസ് തീറ്റനെ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആർ എച്ച് എസിന്റെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എൻ കോസ് തീറ്റനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്റെ ഇക്വേഷൻ എന്താവും മക്കളെ? നോക്കിക്കോ മക്കള്. വി സ്ക്വയർ ബൈ ആർ ജി അതേപോലെ എഴുതി കേട്ടോ ഇസ് ഈക്വൽ ടു
n sin തീറ്റ ഡിവൈഡഡ് ബൈ ആര് വരും മക്കളെ? n cos തീറ്റ. ഓക്കെ ആണോ? ഇനി f cos തീറ്റ ഡിവൈഡഡ് ബൈ ആര് വരും മക്കളെ? n cos തീറ്റ. ഓക്കെ ആണോ? നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ, ഇനി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നമ്മൾ എഴുതിയല്ലേ, നമുക്ക് ഇന്ന് എഴുതി നോക്കാം. n sin തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ പ്ലസ് ഇനി f cos തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ. സെറ്റ് ആണല്ലേ മക്കളെ? ഹോൾ ഡിവൈഡഡ്. റെഡി ആണേ? n cos തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ മൈനസ് f sin തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ. കാണുമ്പോൾ ചെറിയൊരു ഭീകരാവസ്ഥയൊക്കെ ഉണ്ടാവും, പക്ഷെ ടെൻഷൻ ഒന്നുമില്ല, നമ്മളിൽ ഇവിടെ സെറ്റ് ആക്കി തരും. മക്കൾ നോക്കിയോ കേട്ടോ. ഇനി മക്കൾ നോക്കിക്കോ, v സ്ക്വയർ ബൈ ആർ ജി is equal to n sin തീറ്റ ബൈ n cos തീറ്റ. എന്താ മക്കളെ വരിക? n ഉം n ഉം ക്യാൻസൽ ആയി. അങ്ങനെയാണ് നമുക്ക് ഇത് എന്ത് വരൂടാ? tan തീറ്റ പ്ലസ് f ബൈ n. നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? മ്യൂ ഇൻറ്റു n അല്ലേ? അങ്ങനെയാണെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? f ബൈ n അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷനിലേക്ക് നമുക്ക് വരാം. ഞാൻ ഇവിടെ ലൈൻ വരച്ചിട്ട് ഇതൊക്കെ ബാക്കി നിർത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ ഫൈൻ. f ബൈ n കോസ് തീറ്റ, f cos തീറ്റ ഡിവൈഡ് ബൈ n cos തീറ്റ അല്ലെ? ഈ cos തീറ്റ ഈ cos തീറ്റ എന്തായി പോടാ? ക്യാൻസൽ ആയി പോകും. f ബൈ n നമുക്ക് എന്ത് കൊടുക്കാം? മ്യൂ എന്ന് കൊടുക്കാലോ, ഡിവൈഡ് ബൈ ഈ n ഉം n ഉം ക്യാൻസൽ ആയല്ലോ. നേരെ നമ്മൾ താഴേക്ക് വന്നേ, n cos തീറ്റ ഡിവൈഡ് ബൈ n cos തീറ്റ 1 വന്നു മൈനസ് f ബൈ n. എന്താണ് മക്കളെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? f ബൈ n നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? മ്യൂ അല്ലേ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമ്മൾ എന്ത് പറഞ്ഞു? ടാൻ തീറ്റ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ വന്ന് നോക്കിയേ, ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. റെഡിയാണോ? നമുക്കൊരു പേജും കൂടി ആവശ്യം ഉണ്ടാവും കേട്ടോ. നമുക്കൊരു പേജും കൂടി സെറ്റ് ആക്കാം. ഓക്കെ 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 ഫൈൻ. റെഡി റെഡി. അപ്പം നമ്മൾ ഇക്വേഷൻ എന്തായാലും ഒന്ന് പറഞ്ഞേ, v സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു, ഞാൻ ഇക്വേഷൻ ഒന്നും കൂടി മാറ്റി എഴുതുന്നുണ്ട്, ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതാണ്, വേറെ ഒന്നുമില്ല. v സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, ഓക്കെ, ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ ആണോ? ക്ലിയർ ആണേ? കൺഫ്യൂഷൻസ് ഇല്ലേ? ഇനി ഈ സ്ക്വയർ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുകയാണെങ്കിലോ എനിക്ക് ഇവിടേക്ക് റൂട്ട് എഴുതിയാൽ മതി. അങ്ങനെയാണ് v is equal to എന്ത് വരും? റൂട്ട് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. സെറ്റ് ആണോ മക്കൾക്ക്? യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ലല്ലോ? റെഡി ആണോ? പക്ഷെ ഇപ്പോഴൊരു കൺഫ്യൂഷൻ നമ്മളുണ്ട്. എന്താ കൺഫ്യൂഷൻ? നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മ്യൂ ഒരു വേസ്റ്റ് കണ്ടീഷനിൽ, അതായത് ക്ലൈമാറ്റിക് കണ്ടീഷനോ മുൻപുള്ള വാഹനത്തിന്റെ പ്രശ്നങ്ങളോ എന്തോ ആയിക്കോട്ടെ, മ്യൂ 0 ആയി തന്നെ വിചാരിച്ചു. അത്രയും വേസ്റ്റ് കണ്ടീഷനാണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്കൊരു മിനിമം സ്പീഡ് വേണ്ടേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇക്വേഷനിലൊക്കെ കളി കളിച്ചേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് കൊണ്ടുവന്നേ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ വീണ്ടും മ്യൂ ഇല്ലേ? വീണ്ടും പെട്ടോ നമ്മള്? ഇല്ലടാ, പെട്ടിട്ടൊന്നുമില്ല. സെറ്റ് ആക്കി മുന്നോട്ട് പോവാം. മക്കളൊന്ന് വന്നാൽ മതി. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മ്യൂ 0 ആയി തന്നെ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്തായി പോടാ? ഈ മുകളിലുള്ള മ്യൂ എന്തായി പോവും? മക്കളൊന്ന് എഴുതി നോക്കാം നമുക്ക്. ആർ ജി ടാൻ തീറ്റന്റെ കൂടെയുള്ള ഈ മ്യൂ എന്തായി പോവും മക്കളെ? ടാൻ തീറ്റ പ്ലസ് മ്യൂ എന്താ കൂടാ? 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ 0. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്താവും? v is equal to റൂട്ട് ആർ ജി ടാൻ തീറ്റ. സെറ്റ് ആണോ മക്കൾക്ക്? ഓക്കെ ആണോ അല്ലയോ? ഇനിയിപ്പോ മ്യൂ 0 ആയാൽ പോലും നമുക്ക് ഇവിടെ ഒരു മിനിമം സ്പീഡ് കിട്ടും. അതാണ് v is equal to എന്ന് പറയുന്നത്, ആർ ജി ടാൻ തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലയോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അടിപൊളിയല്ലേ? ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി മക്കളെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ 2 സ്പീഡ് ഉണ്ട്. ഒന്ന് മ്യൂ 0 ആവുന്ന ഒരു സ്പീഡ് ഉണ്ട് അല്ലെ? നമ്മുടെ അവസ്ഥ അത്രയും മോശമാണെന്ന് വിചാരിച്ചോ മക്കള്. ഒരു വേസ്റ്റ് കണ്ടീഷനിൽ മ്യൂ 0 ആയി, എന്നാൽ പോലും നമുക്കൊരു മിനിമം സ്പീഡ് ഉണ്ട്. ഇതിനെയാണ് നമ്മളൊരു പേര് പറയടാ, ഒപ്റ്റിമം സ്പീഡ്. ഓക്കെ ആണോ? ഈ വി, അതായത് മ്യൂ കൂടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ, നല്ല മ്യൂ ഒക്കെ ഉണ്ട്, നല്ല അടിപൊളി റോഡാണ് എങ്കിൽ നമ്മളുടെ മാക്സിമം ഒരു സ്പീഡ് ഉണ്ടാവും അല്ലെ? അതിനെ നമ്മളൊരു പേര് പറയടാ, മാക്സിമം പെർമിസിബിൾ സ്പീഡ്. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അപ്പൊ അതാണ് ഈ ഇക്വേഷന്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഈ ഇക്വേഷന്റെ ഒരു മൊത്തം ഡീറ്റെയിലിംഗ് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? മക്കളൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
ബാങ്കിങ് ഓഫ് റോഡിന്റെ ഇക്വേഷൻ പറഞ്ഞു. അതിൽ കാർ നമ്മൾ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു കേസ് പറഞ്ഞു. തീറ്റ ആംഗിളിലാണ് ഔട്ടർ എഡ്ജ് റൈസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഡിഫറെന്റ് കമ്പോണന്റ് ആക്കി മാറ്റി, എന്നിനെ കമ്പോണന്റ് ആക്കി എൻ കോസ് തീറ്റ എൻ സൈൻ തീറ്റ, എഫിനെ മാറ്റി എഫ് കോസ് തീറ്റ എഫ് സൈൻ തീറ്റ ആക്കി മാറ്റി. അത് കഴിഞ്ഞിട്ട് ഫോഴ്സസ് ഇക്വേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്റർ RHSന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലും എൻ കോസ് തീറ്റനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ഇവിടേക്ക് ഒരു ആൻസറിലേക്ക് വന്നു അല്ലെ. അങ്ങനെ ആൻസറിലേക്ക് വന്നപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടി ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മക്കൾ വന്നേ. ഇനി അവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് വി ആണ്. വി ഇസ് ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സെറ്റ് കൺഫ്യൂഷൻ ഒന്നുമില്ലേ? ഇനി അവിടെ നമ്മൾ എന്താ ചെയ്തേ? മ്യൂ 0 ആയി. നമ്മുടെ ഗതികേട് പിടിച്ച സമയം കൊണ്ട് അവിടെ എന്താ മഴയൊക്കെ പെയ്ത് ആകെ അലമ്പായി കിടക്കുക റോഡ്. മ്യൂ 0 ആയി. മ്യൂ 0 ആയി പോയിക്കോട്ടെ. എന്നാൽ നമുക്കൊരു മിനിമം സ്പീഡ് ഉണ്ടാവും. ആ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പേര് പറഞ്ഞത്? ഒപ്റ്റിമം സ്പീഡ്. മ്യൂ ഉള്ള സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമം പെർമിസിബിൾ സ്പീഡ്. സെറ്റ് ആണോ അല്ലയോ? അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ 3 രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഫിഗർ വരയ്ക്കാനായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരും. ഒരു കൺഫ്യൂഷനും ഇല്ല. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരുന്നു? എൻ സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും ആണ്. ഓർത്ത് വെച്ചോ. ഇതിന്റെ ബേസിലും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വരെ അതൊന്ന് ഓർത്ത് വെക്കാം മക്കള്. ഇത് ഓക്കെ. പിന്നെ രണ്ടാമത് വരുന്ന ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. നമുക്ക് ചെയ്ത് നോക്കാം, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. പിന്നെ മൂന്നാമത്തെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡെറിവേഷൻ ചോദിക്കും. ഒപ്റ്റിമം സ്പീഡും പെർമിസിബിൾ സ്പീഡും. ഈ ക്വസ്റ്റിൽ നമുക്ക് കാണാണ്ടായിരുന്ന എന്താണ്? ഒപ്റ്റിമം സ്പീഡിന്റെയും പെർമിസിബിൾ സ്പീഡിന്റെയും ഇക്വേഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ പോരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ലെ. Arrive at the law of conservation of momentum from second law and state the law of conservation of momentum. A bullet of mass 0.010 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the bullet is 50 meter per second, what is the recoil speed of the gun? അപ്പൊ 3 ഏരിയാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നു അല്ലെ. അപ്പം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് മക്കളെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് അല്ലെ. dp/dt എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു എഫ് എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവരും. കെക്ക് 1 കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു dp/dt എന്ന് പറയും. ഡൺ. ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. സെറ്റ്. Arrive at the law of conservation of momentum from second law and state the law of conservation of momentum. നമ്മൾ സ്റ്റേറ്റ് ചെയ്താണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, if there is no external force act on a system is the if there is no external force acting on a system, then their total momentum remains constant. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഫോഴ്സ് ഒന്നും ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൊമെന്റം പി എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ നോക്കിക്കേ, നമുക്ക് പല രീതിയിൽ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ് ഏതാന്ന് വെച്ചാൽ സെക്കൻഡ് ലോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് പറയുന്നത് അല്ലെ. സെക്കൻഡ് ലോ എന്താണ് നമുക്കറിയാം. ഞാൻ ആദ്യം ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു dp/dt ആയിരുന്നു. ഓക്കെ. ഇനി എഫ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു dp/dt ആണ്. നെക്സ്റ്റ് വൺ എഫ് ഇസ് ഈക്വൽ ടു dp/dt ആണ്. ഇവിടെ നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? kക്ക് 1 കൊടുത്തു. ക്ലിയർ? ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നമ്മളെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് ലോയിൽ നിന്ന് വന്ന് കഴിഞ്ഞ കാര്യമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പറയാനല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം. ഇവിടെ മക്കൾ നോക്കിക്കോ, ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണെന്നല്ലേ നമ്മളുടെ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം പറയുന്നത്. അങ്ങനെയാണ് മക്കൾ നോക്കിക്കോ, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല, 0 ആണ്. സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്താവും മക്കളെ? dp/dt ഈക്വൽ ടു എന്താവും? 0 ആവില്ലേ? d/dt ഓഫ് ഒരു വാല്യൂ എപ്പോഴാണ് 0 ആവുന്നത്? കോൺസ്റ്റന്റ് ആവുമ്പോഴല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ p എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള. എഫ് 0 ആണെങ്കിൽ അവിടെ മൊമെന്റ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യം എഴുതി വെച്ചാൽ മതി, നമുക്ക് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിലും എളുപ്പമാണ്. നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കൊന്ന് വായിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മക്കളൊന്ന് നോക്കിക്കേ. A bullet of mass 0.010 kilogram is fired by a gun of mass 100 kilogram. അപ്പൊ ബുള്ളറ്റിന്റെ മാസ് തന്നു, ഗണ്ണിന്റെ മാസ് തന്നു. ബുള്ളറ്റിന്റെ മാസ് തന്നിട്ടുണ്ട്, ഗണ്ണിന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം എന്തൊക്കെ മക്കളെ? MB, MG രണ്ടും തന്നിട്ടുണ്ടല്ലോ.
ബുള്ളറ്റിന്റെ മാസ് എത്രയാണ്? 0.010 കിലോഗ്രാം. ഓക്കെ ആണേ, ഒരു കൺഫ്യൂഷനും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഗണ്ണിന്റെ മാസ് എത്രയാണോ? 100 കിലോഗ്രാം. ഓക്കെ. ഇഫ് ദി മസിൽ സ്പീഡ് ഓഫ് ദി ബുള്ളറ്റ്, അതായത് ബുള്ളറ്റിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, VB എത്രയാണ് മക്കളെ? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ ആണ്, VG ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മക്കളെ എഴുതിക്കോ, ഇക്വേഷൻ ഇതാണ്, MB പ്ലസ് VB ഈക്വൽ ടു മൈനസ് MG VG അല്ലായിരുന്നോ? സോറി, MB പ്ലസ് VB അല്ലല്ലോ വരിക അല്ലെ. നമുക്ക് അതൊന്ന് മാറ്റി എഴുതാം കേട്ടോ. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക, 0 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? MB VB പ്ലസ് MG VG എന്നല്ലായിരുന്നോ? സെറ്റ് ആണല്ലോ. നമുക്ക് ഇതിനെ നമ്മൾ എന്തിലേക്ക് എടുത്തു? നേരെ ലെഫ്റ്റിലേക്ക് എടുത്തപ്പോൾ മൈനസ് MB VB ഇസ് ഈക്വൽ ടു MG VG എന്നൊക്കെ അല്ലേ നമ്മൾ എഴുതിയത്. ഞാൻ ആ ഇക്വേഷൻ ഒന്ന് കൊണ്ടുവന്നു മാത്രമേ ഉള്ളൂ മക്കൾ, ഇതൊന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതി വെച്ചാൽ മതി? VG ഇസ് ഈക്വൽ ടു മൈനസ് MB VB ഡിവൈഡഡ് ബൈ MG എന്ന് എഴുതിയാൽ മതി. യാതൊരുവിധ പ്രശ്നവുമില്ല. അങ്ങനെയാണെങ്കിൽ MB എത്രയാണ് മക്കളെ? MB 0.010. ഓക്കെ ആണ്. VB എത്രയായിരുന്നു മക്കളെ? 50 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 50 ആണ്. ഇനി നേരെ MG യിലേക്ക് വന്നു കഴിഞ്ഞാലോ? MG എത്രയായിരുന്നു? 100 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ വെലോസിറ്റി കിട്ടൂടാ? വെലോസിറ്റി ഓഫ് ഗണ്ണ് കിട്ടും. സെറ്റ് ആണോ? നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അപ്പൊ ഇതൊന്ന് കണ്ടുപിടിച്ചു വെക്കാം. വെലോസിറ്റി ഓഫ് ഗണ്ണ് നമുക്ക് ഇവിടുന്ന് കിട്ടും. റെഡി ആണോ? അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്? സെറ്റ് ആണേ, ഒരു കൺഫ്യൂഷനും ഇല്ല. ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. ഓക്കെ, അതിൽ നിന്ന് F is equal to dp by dt എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നു? ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം കൊണ്ടുവന്നു. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം എന്ന് പറയുന്നത് വേറെ ഒന്നും ഇല്ലായിരുന്നു. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ചെയ്തു. നെക്സ്റ്റ് വൺ റീകോയിലിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. റീകോയിൽ പ്രോബ്ലം മക്കൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാലോ നമുക്ക്? സെറ്റ് ആണോ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാം. എ സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ. അപ്പം ഒരു സർക്കുലർ ട്രാക്കിന്റെ റേഡിയസ് എത്ര തന്നു മക്കളെ? 300 മീറ്റർ തന്നു. അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി. സെറ്റ് ആണോ? The coefficient of friction between the wheels of a race car and the road is 0.2. തന്നിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ തന്നു, വേറെ ഒന്നും തരാനില്ലടാ. കിട്ടി, കാര്യം കിട്ടി. Find the optimum speed of a car to avoid wear and tear on its tire. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിമം സ്പീഡ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്? ഓർമ്മയുണ്ടോ മക്കൾക്ക്? നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയത് ഓർമ്മയുണ്ടോ? തൊട്ട് മുൻപിൽ ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ എഴുതിയത് ഓർമ്മയുണ്ടോ? V is equal to root RG tan θ അല്ലേ? മക്കൾ നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താവും മക്കളെ? ഒന്ന് പറഞ്ഞ്. V is equal to എന്താവും മക്കളെ? RG tan θ ആണ്. V is equal to R എത്രയായിരുന്നു? 30 ആയിരുന്നു. G എത്രയായിരുന്നു? 10 കൊടുത്തു മക്കള്. tan θ, G വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, 9.8 ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് 10 കൊടുക്കട്ടോ. tan θ എന്ന് പറഞ്ഞാല് tan 15 ആണ്. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയല്ലോ. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. tan 50 കണ്ടുപിടിക്കുക, G 30 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുത്തു കഴിഞ്ഞാൽ P കിട്ടും കേട്ടോ. അപ്പൊ ഒപ്റ്റിമം സ്പീഡ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൽ അല്ലെ? മാക്സിമം പെർമിസിബിൾ സ്പീഡും കൂടി കണ്ടുപിടിക്കാനുണ്ട്. മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? RG എന്തൊക്കെയായിരുന്നു മക്കളെ ഇക്വേഷൻ? tan θ പ്ലസ് മ്യൂ 1 മൈനസ് മ്യൂ tan θ അല്ലേ? മക്കൾ നോക്കിക്കോ. RG tan θ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ tan θ. മക്കൾ നോക്കിക്കോ, ഇക്വേഷനിലേക്ക് മക്കൾ വന്നേ. ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. V is equal to RG tan θ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ tan θ. ഓക്കെ ആണോ? ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് RG കിട്ടണം, G എത്രയാണെന്ന് അറിയണം, G അറിയാം, R അറിയാം, തീറ്റ അറിയണം, വേണ്ടേ? അതും ഓക്കെ. മ്യൂ അറിയണം, അതും ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ കാര്യങ്ങൾ ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ V കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. R എത്രയായിരുന്നു മക്കളെ? R എത്രയായിരുന്നു എടുത്തിരുന്നത്? നമ്മള് 300 ആയിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് എന്ത് വരും? 300 into 10 into സെറ്റ് അല്ലേ മക്കളെ? tan θ tan 15 പ്ലസ് മ്യൂ എത്രയാണ് മക്കളെ? 0.2 ആയിരുന്നു അല്ലെ? 0.2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2 tan 15 അല്ലേ? സെറ്റ് ആയോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ V കണ്ടുപിടിക്കാലോ. Vക്ക് ഒരു ആൻസർ കണ്ടുപിടിക്കാലോ. നിങ്ങൾ കാൽക്കുലേറ്ററിലേക്ക് ഇട്ടാ അടിപൊളിയാക്കി ചെയ്തു വെക്കട്ടോ.
ഇത്രയും കാര്യങ്ങളൊക്കെയാണോ ബ്രാക്കറ്റ് കൺസിഡർ ചെയ്യണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ ഈ ക്വസ്റ്റ്യനിലുള്ളത്. വേറെ ഒന്നുമില്ല. ഒരു സർക്കുലർ റേസ് ട്രാക്ക് തന്നു, റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നു, ആംഗിൾ തന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, കോഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, ഒപ്റ്റിമം സ്പീഡും മാക്സിമം പെർമിസിബിൾ സ്പീഡും കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ, ബാങ്കിങ് ഓഫ് ഫ്രോഡിന്റെ ഒരു കേസ് വരികയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 രീതിയിലാണ് അതിന് ക്വസ്റ്റ്യൻ വരിക. ഒന്ന് ന്യൂമറിക്കൽ ആയിരിക്കും, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ് ഈ കേസ്. ഇക്വേഷൻ മക്കൾ അപ്പൊ എന്ത് ചെയ്യണം, എഴുതാൻ തന്നെ പഠിച്ചിട്ട് തന്നെ വെക്കണം. രണ്ടാമത്തെ കേസ് ഫിഗർ തന്നിട്ട് അതിലെ ഡിഫറെന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയും. അത് ഫിഗർ വരച്ചാൽ പഠിക്കാൻ കഴിയും. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേഷൻ ആണ്. സോ നെറ്റ് എഫക്ട് എന്ത് ചെയ്യണം മക്കള്, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതല്ലാതെ ഇതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ക്ലിയർ? റെഡി? A cricketer moves his hand backwards while holding a catch. വേറെ ഒന്നുമില്ല, ഇവിടെ പറഞ്ഞ കാര്യത്തിലും നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കാണുന്ന സമയത്ത് ഈ ക്രിക്കറ്റേഴ്സ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഈ പിറകിലേക്ക് കൈ ഇങ്ങനെ കൊണ്ടുപോകും അല്ലെ. അതിന് കാരണം എന്താണെന്ന് അറിയോ? അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇമ്പൾസ് എന്തായിരിക്കും മക്കളെ? ഇമ്പൾസ് എന്താണെന്ന് അറിയാലോ മക്കൾക്ക്? ഫോഴ്സ് ഇൻടു ഡി ടി അല്ലെ, എഫ് ഇൻടു ഡി ടി അല്ലെ നമ്മൾ പറയുന്നത്. ആ ടൈം നമ്മൾ എന്ത് ചെയ്യുന്ന അവിടെ മക്കളെ, നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് റെസ്റ്റിലേക്ക് വരുന്ന ആ ചേഞ്ചിങ് ടൈം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, കൂട്ടി കൊടുക്കുക ചെയ്യുന്നത് അല്ലെ. അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് റെസ്റ്റിലേക്ക് വരുന്ന ടൈം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക മക്കളെ, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മളിലേക്ക് തരുന്ന ഫോഴ്സ് എന്താ ഇവിടെ ഡിക്രീസ് ആവും. ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൂട്ടി കൊടുക്കുന്നത്, ടൈം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇമ്പൾസ് നമുക്ക് കിട്ടുന്ന എഫക്ട് എന്ത് ചെയ്യും, ആ ഒരു എഫക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എന്ത് കൂട്ടി കൊടുക്കുന്നത്, ടൈം ഇൻക്രീസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ആക്ച്വലി നമ്മൾ കൈ പിറകിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. കൈ പിറകിലേക്ക് കൊണ്ടുപോകുന്നതോറും നമ്മളുടെ ടൈം ഡി ടി എന്ന് പറഞ്ഞ ടൈം എന്ത് ചെയ്യും മക്കളെ, നമ്മൾ ഇൻക്രീസ് ചെയ്യും. ആ എഫക്ട് നമ്മളിലേക്ക് കിട്ടുന്ന ആ പെയിൻഫുൾ ആയിട്ട് എഫക്ട് ഇല്ലേ, ബോൾ ഒന്ന് അടിക്കുന്ന എഫക്ട് ഇല്ലേ, ആ എഫക്ട് ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈം നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലോസ് ഓഫ് മോഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ശരി, ഓക്കെ, റെഡി?